അദ്ദേഹത്തിൻ്റെ കുടുംബം, വേദിയിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർ, പ്രിയമുള്ള ദൈവസഭ, ഈ ചർച്ചിൻ്റെ സീനിയർ പാസ്സായിരിക്കുന്ന രാജു പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ കുടുംബം, സ്നേഹത്തിലുള്ള വന്ദനങ്ങൾ എല്ലാവരും ഞാൻ അറിയിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഉപവാസവും പ്രാർത്ഥനകളും സഭയ്ക്ക്, കുടുംബങ്ങൾക്ക് വെച്ചിരിക്കുന്ന സകല വിഷയത്തിനകത്തും വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് ഞാൻ കർത്താവിൽ പ്രാർത്ഥിക്കുന്നു. സന്തോഷമുള്ള പ്രിയപ്പെട്ടവർ കരങ്ങളെ ഉയർത്തി കർത്താവിന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. പകലത്തെ യോഗങ്ങൾക്ക് അനന്തരമായി അല്പമായ വിശ്രമങ്ങൾക്ക് ശേഷം രാത്രിയിലും വളരെ ദാഹത്തോടെ, വളരെ ആവശ്യത്തോടെ, വളരെ ആവലോടെ വചനം കേൾക്കാൻ ഓടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം പറയുന്നു. ഈ കാലാവസ്ഥകൾ ഇത്രയും വിരോധമായ സമയത്തും ദൈവസഭ പ്രാർത്ഥിപ്പാനും വചനം കേൾക്കാനും കർത്താവിനെ ആരാധിപ്പാനും കാണിക്കുന്ന ആ വിശാലമേറിയ മനോഭാവത്തിനായി സ്തോത്രം. നിങ്ങളുടെ ആ വിശാലമേറിയ മനോഭാവങ്ങൾക്കും തീരുമാനങ്ങൾക്കും അനുസരിച്ച് നിങ്ങൾ വച്ചിരിക്കുന്ന സകല വിഷയത്തിനകത്തും കർത്താവ് വൻകാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് ഞാൻ കർത്താവിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. എന്നെ യോഗത്തിലേക്ക് ക്ഷണിച്ച ബഹുമാനിയ ദേവദാസിനോടും സഭയോടും ഒരിക്കൽ കൂടി വന്ദനവും സ്നേഹവും പറയുന്നു. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. രാവിലെ രാജു പാസ്റ്റർ യോഗത്തിലുണ്ടായിരുന്നു. സ്തോത്രം. എനിക്ക് കാണാൻ പറ്റിയില്ല, പാസ്റ്റർ പുറകിലിരുന്നുകൊണ്ട് ഞാൻ വിട്ടുപോയി. സോറി. പാസ്റ്ററോട് ഒരിക്കൽ കൂടി ഞാൻ വന്ദനവും സ്നേഹവും പറയുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ വളരെ ലളിതമായി വേഗത്തിൽ ദൂതിനകത്തേക്ക് പോകുന്നു. പകൽ നമ്മൾ സംസാരിച്ച് തുടങ്ങിയ വിഷയത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ രാത്രി സംസാരിക്കാൻ പോകുന്നു. പകൽ വരാത്തവർ, രാത്രി മാത്രം വന്നവർ, ഒരു സ്തോത്രം പറഞ്ഞ്. രാത്രി മാത്രം വന്നവർ, പകൽ വരാത്തവർ. രാത്രി വന്നവരോട് തെസലോനിക്ക ലേഖനം 5-ാം അധ്യായം 23-24 വാക്യത്തെ ആസ്പദമാക്കിയാണ് സംസാരിച്ച് കൊണ്ടിരിക്കുന്നത്. ആ 2 വാക്യത്തിനകത്ത് 3 പദങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ആത്മാവ്, പ്രാണൻ, ദേഹം എന്ന വാക്കുകളാണ് സംസാരിച്ച് കൊണ്ടിരിക്കുന്നത്. ആത്മാവ്, പ്രാണൻ, ദേഹം എന്ന വാക്കിനെ നമ്മൾ ലളിതമായ ഭാഷയ്ക്കകത്തേക്ക് കൺവേർട്ട് ചെയ്തു. ദേഹം, ദേഹി, ആത്മാവ് എന്ന വാക്കിന് പകരം ആത്മാവ്, പ്രാണൻ, ദേഹം എന്ന പകരം ദേഹം, ദേഹി, ആത്മാവ് എന്ന് സംസാരിച്ച് കൊണ്ടിരിക്കുന്നു. പകൽ വന്ന ആൾക്കാർ ഒന്ന് കോപ്പറേറ്റ് ചെയ്യണേ. ഈ രാത്രി വന്നവരെ കൂടെ നമുക്ക് കൂടെ കൊണ്ടുവരാം. സ്തോത്രം. ഇവർ പോയി ലൈവ് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്തോത്രം. അതുകൊണ്ട് അവരെയും കൂടി നമുക്ക് കൂടെ കൊണ്ടുവരാം. ഓക്കെ. എന്താണ് ദേഹം, എന്താണ് ദേഹി, എന്താണ് ആത്മാവെന്ന് പറയാം. ദേഹമാണ് ഈ പുറമേ കാണുന്നത്. ഇതാണ് ദേഹം. ഇതിന് രോഗമുണ്ടാകും, ക്ഷീണമുണ്ടാകും, ഇത് ടയേർഡായി പോകും. ബൈബിൾ പറയുന്നു ദേഹം മൺകൂടാരമാണ്, ഭൗമ ഭവനമാണ്, കൈപ്പണിയ ഒരാലയമാണ്, അഴിഞ്ഞു പോകുന്ന വസ്തുവാണ്. ഇതാണ് ദേഹം. ദേഹം ബലം പ്രാപിക്കാൻ നന്നായി ഫുഡ് കഴിക്കണം. സമയത്ത് ഫുഡ് കൊടുക്കാൻ തുടങ്ങിയാൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ദേഹം ബലപ്പെട്ടുകൊണ്ടേയിരിക്കും. സ്തോത്രം. ഇതാണ് ദേഹം. വേദപുസ്തകത്തിൽ ദേഹത്തിന് പ്രാധാന്യമില്ല. എന്താണ് ദേഹി എന്നാണ് സംസാരിച്ച് കൊണ്ടിരിക്കുന്നത്. എന്താണ് ദേഹി? മനുഷ്യൻ്റെ വികാരങ്ങളുടെ ഇരിപ്പിടമാണ് ദേഹി. വിചാരങ്ങളുടെയും വികാരങ്ങളുടെയും ഇരിപ്പിടം. എല്ലാ ഇമോഷനും ഉണ്ടാകും ദേഹിക്കകത്തുനിന്നാണ്. ചിരിക്കാൻ തോന്നുന്നത്, സങ്കടം തോന്നുന്നത്, നിരാശകൾ തോന്നുന്നത്. നിങ്ങൾ വേദപുസ്തകത്തിൻ്റെ താളുകളിൽ മറിഞ്ഞു നോക്കിയാൽ എന്തെല്ലാം കാണുമോ അതിൻ്റെ എല്ലാം വികാരങ്ങളുടെ ഇരിപ്പിടം, ഉത്ഭവസ്ഥാനം എന്നത് ദേഹിയാണ്. നമ്മൾ പറഞ്ഞു പോകുന്ന അസൂയ, പക, പിണക്കം, കോപം, ക്രോധം, ശാഠ്യം എന്നിത്യാദി സകലതും ദേഹിയാണ്. നമ്മൾ അവിടെ നിന്നൊരു തിയോളജി പറഞ്ഞു. മനുഷ്യനെ നിയന്ത്രിക്കുന്നത് ദേഹമാണെങ്കിലും, മനുഷ്യൻ ജീവിക്കുന്നത് ദേഹത്തിലാണെങ്കിലും മനുഷ്യനെ നിയന്ത്രിക്കുന്നത് ദേഹിയാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ തിയോളജി ഞാൻ പറഞ്ഞത് രാവിലെ വന്നവർക്കായി സ്തോത്രം, ഓർക്കുന്നവർക്കായി സ്തോത്രം. അതിൻ്റെ തിയോളജി പറഞ്ഞു. മനുഷ്യനെ നിയന്ത്രിക്കുന്നത്, മനുഷ്യൻ ജീവിക്കുന്ന ദേഹത്തിലാണെങ്കിലും മനുഷ്യനെ നിയന്ത്രിക്കുന്നത് ദേഹിയാണ്. അതിന് പറഞ്ഞ തിയോളജി നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞാൻ ആരോടാ രാവിലെ പ്രസംഗിച്ചേ? നിങ്ങൾ എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? എന്തെങ്കിലും ചുരുക്കം പറഞ്ഞാൽ രാവിലെ പ്രസംഗിച്ചതും ഒന്നുകൂടെ പ്രസംഗിക്കേണ്ട ഗതിയായിരിക്കുക. നിങ്ങൾ ബോധമനസ്സും മതി കത്തുന്നുണ്ട്. പതുക്കെ കത്തിയാൽ മതി. സ്തോത്രം. നിങ്ങൾ ഈ ട്യൂബ്ലൈറ്റ് കണ്ടിട്ടുണ്ടോ? ട്യൂബ്ലൈറ്റ്, ഇപ്പോഴത്തെ ട്യൂബ്ലൈറ്റ് LED ആണ്. ഒറ്റ സ്വിച്ചത് ഓണാകും. പഴയ ട്യൂബ്ലൈറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒന്നിട്ടാൽ അത് മിന്നിയേ കത്തുള്ളൂ. മതി, പതുക്കെ കത്തിയാൽ മതി. സ്തോത്രം. ഓക്കെ. ബോധമനസ്സും ഉപബോധ മനസ്സും എന്ന് പറഞ്ഞ ഒരു വലിയ തിയോളജി, സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറഞ്ഞിരിക്കുന്ന വലിയൊരു മനഃശാസ്ത്രജ്ഞൻ്റെ തിയോളജിയാണ്. ആ തിയോളജിയുടെ അവസാന ഭാഗമാണ് മനുഷ്യൻ ജീവിക്കുന്നത് ദേഹത്തിലാണെങ്കിലും മനുഷ്യനെ നിയന്ത്രിക്കുന്നത് ദേഹിയാണ്, മനുഷ്യനെ കൺട്രോൾ ചെയ്യുന്നത് ദേഹിയാണ്. പക്ഷേ രക്ഷിക്കപ്പെട്ട നിമിഷം മുതൽ ഒരു ദൈവ പൈതലിനെ നിയന്ത്രിക്കുന്നത് ദേഹിയല്ല, ആത്മാവാണ്. നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്, നമ്മളെ നടത്തുന്നത്, നമ്മളെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ദേഹിയല്ല, ആത്മാവാണ്. സ്തോത്രം.
നിങ്ങൾ വേദപുസ്തകത്തിൽ ഒരു മനുഷ്യൻ വലഞ്ഞു പോയിട്ടുണ്ട്. ഒരു മനുഷ്യൻ ഭയങ്കര ടയേർഡായിപ്പോയി. അദ്ദേഹത്തിൻ്റെ വാക്ക് ഇങ്ങനെയാണ്: നന്മ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഇച്ഛിക്കാത്ത തിന്മയത്രേ ഞാൻ ചെയ്യുന്നത്. അത് പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വ്യാപരിക്കുന്ന മറ്റൊരു പ്രമാണമുണ്ട്, മറ്റൊരു പാപത്തിൻ്റെ സ്വഭാവമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, നല്ലത് സംസാരിപ്പാൻ, നല്ലതുപോലെ ജീവിപ്പാൻ ആഗ്രഹമുണ്ട്, എനിക്ക് നടക്കുന്നില്ല. എൻ്റെ ദേഹത്തെ കൺട്രോൾ ചെയ്യുന്ന മറ്റെന്തോ ഉണ്ട്. സ്തോത്രം. ഇങ്ങനെ ഭയപ്പെട്ടു നിന്ന ഭക്തൻ അവസാനമായി ഒരു നിലവിളിയുണ്ട്: അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യനാണ്, ആരെങ്കിലും എന്നെ സഹായിക്കാമോ, ആരെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യാമോ? ഈ നിലവിളിക്ക് ഉത്തരമായി പറഞ്ഞ വാക്കാണ്: കുഞ്ഞേ, അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല, ആത്മാവിൻ്റെ പുതുക്കത്തിൽ നമുക്ക് ദേഹിയെ ജയിക്കാൻ കഴിയും. ഓക്കെ, ദേഹിയാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. രക്ഷിക്കപ്പെട്ട നിമിഷം മുതൽ നമ്മളെ നിയന്ത്രിക്കുന്നത് ആത്മാവാണ്. ദൈവ പൈതൽ ആത്മാവിൽ ജീവിക്കണം, ആത്മാവിൽ സംസാരിക്കണം. നമ്മൾ അവിടെ നിന്ന് ഒന്ന് കട്ട് ചെയ്തു അല്ലേ? ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ദേഹിയിൽ നടക്കും എന്നതൊരു വലിയ അപകടമാണ്. പ്രസംഗിച്ചാലും പാട്ടുപാടിയാലും ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മുടെ പഴയ ദേഹി എഴുന്നേൽക്കും. ആ പഴയ സംസാരം, പഴയ സ്വഭാവങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ദേഹി എഴുന്നേൽക്കും. പക്ഷേ നമ്മളൊരു ഇരട്ടി കൃപ പ്രാപിക്കണം, ഇരട്ടി ഒരു ദൈവകൃപ പ്രാപിക്കണം. എന്തിനാ? ഈ എഴുന്നേറ്റ് വരുന്ന ദേഹിയെ പിടിച്ചൊതുക്കുന്ന, ഇതിനെ പരാജയപ്പെടുത്തുന്ന, ഇതിനെ തോൽപ്പിക്കുന്ന ഒരു അഭിഷേകം എന്ന് പ്രാപിക്കുമോ അന്ന് നമ്മുടെ ആത്മീയ ജീവിതം സ്റ്റേബിളായി മുൻപോട്ട് പോകും. ഏറ്റക്കുറച്ചിലുകളില്ലാതെ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയും. അതിവേഗത്തിൽ പോയി ഞാൻ നിർത്താം. സ്തോത്രം. ആത്മാവിൽ ദൈവശബ്ദം കേൾക്കണമെങ്കിൽ ദേഹവും ദേഹിയും ഉടയണം എന്ന് പറഞ്ഞാണ് നമ്മൾ നിൽക്കുന്നത്. ദൈവശബ്ദം കേൾക്കണമെങ്കിൽ, ദൈവശബ്ദം കേൾക്കാൻ തടസ്സം നമ്മുടെ ദേഹവും ദേഹിയുമാണ് എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. ഓക്കെ, നമ്മൾ ഇവിടുന്ന് തുടങ്ങാൻ പോവാണ്. ഒരു നല്ല സ്തോത്രം പറഞ്ഞേ. ഈ സ്തോത്രം എടുക്കത്തില്ല, നല്ല സ്തോത്രം പറ. രക്തം ജയം. ഓക്കെ, വേദപുസ്തകത്തിൻ്റെ കാതലായ വിടുതൽ, ബൈബിൾ പറയുന്ന പുതിയ നിയമത്തിൻ്റെ വളരെ ആധികാരികതയുള്ള വിടുതൽ, അത് ദേഹിയിലെ വിടുതലാണ്. ദേഹത്തിലെ രോഗസൗഖ്യമല്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല, രോഗം സൗഖ്യമാകും. പുതിയ നിയമത്തിൻ്റെ വളരെ ഗൗരവമുള്ള വിടുതൽ എന്ന് പറഞ്ഞാൽ ദേഹിയിലെ രൂപാന്തരമാണ്. അതിന് ഞാൻ തിയോളജി പറയാം, ഒരു തിയോളജി എല്ലാവരും കൂടെ പറയണം. ഈ പെന്തക്കോസ്ത്യൻ ഡോക്ട്രിൻ പ്രകാരം രക്ഷയ്ക്ക് 3 കാലഘട്ടമാണ്. അടിസ്ഥാന രക്ഷാ തത്വശാസ്ത്രം എന്ന് നമ്മൾ പഠിക്കുന്ന രക്ഷ എന്ന വലിയൊരു ദൂത്, സൊറ്റീരിയോളജി എന്ന അതിൻ്റെ തിയോളജിക്കൽ പേരുകൾ. ഓക്കെ, ഈ രക്ഷാ തത്വശാസ്ത്രത്തിൽ രക്ഷയ്ക്ക് 3 കാലഘട്ടം ഉണ്ടെന്നാണ് നാം പഠിക്കുന്നത്. ഒന്ന് ഞാൻ പറയും, ബാക്കി 2 നിങ്ങൾ പറയും, പാസ്റ്റർമാർ പറയത്തുമില്ല. ഓക്കെയാണോ? രക്ഷയുടെ 3 കാലഘട്ടം. 1 രക്ഷിക്കപ്പെട്ടു, 2 പോരട്ടെ, രക്ഷിക്കപ്പെട്ടു. പറഞ്ഞവർക്കായി സ്തോത്രം. ഇത് ആദ്യം കേൾക്കുന്നവർക്കായി സ്തോത്രം. രക്ഷയ്ക്ക് 3 കാലഘട്ടമുണ്ട്. കാര്യം നമ്മളിത് പഠിക്കണം. കാര്യം നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു രക്ഷയുടെ തിയോളജിയാണ്. കാര്യം ഇവിടുത്തെ ഒരു പുതിയ ജനറേഷൻകാർ, ഒരു പുതിയ ഗ്രൂപ്പ്, പുതിയൊരു കമ്മ്യൂണിറ്റി ഈ തിയോളജിക്ക് ഭയങ്കര റിബലാണ്. അവർ ഈ തിയോളജിയെ അപ്പാടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. പാരമ്പര്യ സഭകളാണ് ഈ തിയോളജി ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് നമ്മളിത് അറിയണം. രക്ഷയ്ക്ക് 3 കാലഘട്ടമാണ്. 1 രക്ഷിക്കപ്പെട്ടു, 2 ശബ്ദമുയർത്തി പെട്ടുകൊണ്ടേയിരിക്കുന്നു, 3 പെട്ടുകൊണ്ടേയിരിക്കുന്നു, പെടും. ഒന്നുകൂടെ, രക്ഷിക്കപ്പെട്ടു, പെട്ടുകൊണ്ടേയിരിക്കുന്നു, പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇത് 3 ടെൻസാണ്. 3 കാലത്തിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. 3 കാലത്തിലാണ് ഇത് നടക്കുന്നത്. രക്ഷിക്കപ്പെട്ടത് ഭൂതകാലത്തിൽ, പെട്ടുകൊണ്ടേയിരിക്കുന്നത് സ്കൂളിൽ പോകണമായിരുന്നു, അതാ. വർത്തമാനകാലത്തിൽ, പെടാൻ പോകുന്നത് ഭാവി കാലത്തിൽ. 3 ടെൻസിലാണ് രക്ഷിക്കപ്പെട്ടത്. കമാൺ, നിങ്ങൾ CBSE-കാരാണ്. രക്ഷിക്കപ്പെട്ടത് ഭൂതകാലത്തിൽ, പെട്ടുകൊണ്ടിരിക്കുന്ന വർത്തമാനകാലം പ്രസന്റ് ടെൻസിലാണ് അല്ലേ? പെടാൻ പോകുന്നത് ഭാവി കാലത്തിലാണ്, ഫ്യൂച്ചറിലാണ്, നടക്കാൻ പോകുന്ന കാര്യമാണ്. ഇത് 3 കാലത്ത് നടക്കുന്ന പ്രോസസ്സാണ്. നമ്മുടെ പ്രസംഗത്തിലേക്ക് ഇത് ചേർക്കാം. രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവാണ്. എപ്പോൾ? ഭൂതകാലത്തിൽ. എപ്പോഴോ? നിങ്ങളെപ്പോൾ കർത്താവിനെ സ്വീകരിച്ചോ, നമ്മളെപ്പോൾ കർത്താവിനെ വിശ്വസിച്ചോ, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായുകൾ കൊണ്ട് നമ്മളെപ്പോൾ ഏറ്റു പറഞ്ഞോ, അന്ന് നടന്നൊരു വിടുതലാണ് രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത്. അത് ഭൂതകാലത്തിലാണ്. 80-ലോ 60-ലോ 90-ലോ എപ്പോൾ നിങ്ങൾ കർത്താവിനെ എപ്പോൾ അറിഞ്ഞോ അപ്പോൾ നടന്ന പ്രക്രിയയാണ് രക്ഷിക്കപ്പെട്ടു. രക്ഷിക്കപ്പെട്ടത് ഭൂതകാലത്തിലാണ്. ആമേൻ. രക്ഷിക്കപ്പെട്ടുകൊണ്ടായിരിക്കുന്നു വർത്തമാനകാലത്തിൽ. നമ്മുടെ പ്രസംഗത്തിൽ പറഞ്ഞ് രക്ഷിക്കപ്പെട്ടത് ആത്മാവാണ്. രക്ഷിക്കപ്പെട്ടത് ആത്മാവ്. എപ്പോൾ? ഭൂതകാലത്തിൽ നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടു. രക്ഷിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കേണ്ടത് എപ്പോൾ? വർത്തമാനകാലത്തിൽ.
പ്രസന്റ് ടെൻസിൽ സ്റ്റിൽ വർത്തമാനകാലത്ത് രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. എവിടം രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം? രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കേണ്ടത് നമ്മുടെ ദേഹിയാണ്. എപ്പോൾ? ഇപ്പോൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. രക്ഷിക്കപ്പെടും എന്നത് ഭാവി കാലത്തിലാണ്, എപ്പോഴോ നടക്കാൻ പോകുന്ന കാര്യമാണ്. രക്ഷിക്കപ്പെടും എന്ന് പറയുന്നത് നമ്മുടെ ദേഹമാണ്. അതെപ്പോഴെന്നറിയാമോ? കർത്താവിൻ്റെ വരവെങ്കിലാണ്. എന്ന് കാഹളം ധ്വനിക്കുമോ അന്നാണ് ഈ ദേഹത്തിൽ പൂർണ്ണ രൂപാന്തരം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഭക്തൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത്, കാഹളം ധ്വനിക്കും, എൻ്റെ മൺകൂടാരം അഴിഞ്ഞു പോകും, ഞാൻ തേജസ്സിൻ്റെ വസ്ത്രം പ്രാപിക്കും. അത് ദേഹത്തിൻ്റെ വീണ്ടെടുപ്പാണ്. എപ്പോൾ കർത്താവ് വരുമോ അപ്പോഴാണ് ഈ ദേഹത്തിൽ പൂർണ്ണ രൂപാന്തരം ഉണ്ടാകുന്നത്. അതുവരെ ദേഹം ടയേർഡാകും, രോഗമുണ്ടാകും, ക്ഷീണമുണ്ടാകും, ഈ ദേഹത്തിന് പാപത്തോടൊരാകർഷണമുണ്ടാകും. എന്തുകൊണ്ട്? ദേഹം രക്ഷിക്കപ്പെടാത്തതുകൊണ്ടാണ്. അപ്പം എൻ്റെ ചോദ്യം, ഇപ്പോൾ എന്ത് നടക്കണം? വർത്തമാനകാലത്ത് എന്ത് നടക്കണം? പ്രസന്റ് ടെൻസ് എന്ത് നടക്കണം? എവിടെ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കണം? ദേഹി. അതിനാ യോഗം വെച്ചിരിക്കുന്നേ. അമേ, അതിനാ പ്രസംഗിക്കുന്നേ, അതിനാ പാട്ടുപാടുന്നേ, അതിനാ വചനം വായിക്കുന്നത്. രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കാൻ വേണ്ടി നമ്മുടെ ദേഹിക്കകത്ത് രൂപാന്തരം നടക്കാനാണ് ഈ പ്രാർത്ഥന വെച്ചിരിക്കുന്നത്. ഓഹോ, ഇവിടെയാണ് നമ്മളെ പിശാച് ബ്ലൈൻഡ് ആക്കുന്നത്. നമ്മൾ പോലും അറിയാതെ പിശാച് നമ്മളെ അന്ധനാക്കും. ഒരു യോഗം വെച്ചാൽ പിശാച് പറയും യോഗത്തിന് ഓടിപ്പൊക്കോണം, യോഗം കഴിയുമ്പോൾ ദേഹത്തിൽ സൗഖ്യം ഉണ്ടാകും. അതെ, സൗഖ്യം ഉണ്ടാകും. പിശാച് ഞങ്ങളുടെ രോഗം മാറും, ഞങ്ങളുടെ ദേഹത്തിൽ മാറ്റം ഉണ്ടാകും. ഉപവാസ പ്രാർത്ഥന വെച്ചത് ഞങ്ങൾക്ക് ദേഹത്തിൽ വിടുതൽ പ്രാപിക്കാൻ വേണ്ടി തന്നെയാണ് പിശാചേ. പക്ഷെ നീ മറന്നു പോകല്ലേ, ഞങ്ങൾ ഈ പ്രാർത്ഥന വെച്ചത് ഞങ്ങളുടെ ദേഹത്തിൽ സൗഖ്യം നടക്കാൻ വേണ്ടി മാത്രമല്ലെന്നേ. ഇതുവരെ അഴിയാത്തൊരു ദേഹിയുടെ മേൽ ഭയങ്കര രൂപാന്തരം വെളിപ്പെടാൻ വേണ്ടിയാണ്. ആഗ്രഹമുള്ളവർക്കായി സ്തോത്രം പറയാ. യേശുവിന്റെ നാമത്തിൽ നമ്മുടെ ദേഹിയുടെ മേൽ ഭയങ്കര രൂപാന്തരം, ഭയങ്കര വിടുതൽ, ഭയങ്കര സൗഖ്യം വെളിപ്പെടട്ടെ. അമ്മേ, ഇവിടത്തെ എന്തൊക്കെയോ കാണിച്ച നമ്മുടെ പാട്ടുകാരൻ്റെ വരികൾ പറഞ്ഞാൽ വെള്ളത്തിൽ കുമിള പോലെ പൊങ്ങുന്ന എന്തൊക്കെയോ കാണിച്ച് നമ്മളെ ഇവിടെ പിശാചി ലോക്കി അയക്കും. നടക്കേണ്ട ഒരു വിടുതലിലേക്ക്, ഒരു യോഗത്തിൽ നടക്കേണ്ട ഒരു വലിയ സ്വാതന്ത്ര്യത്തിലേക്ക്, ഒരു യോഗത്തിൽ നടക്കേണ്ട പൂർണ്ണ വിടുതലിലേക്ക് കടന്നു കയറാൻ നമ്മളെ പിശാച് അനുവദിക്കത്തില്ല. ഇവിടത്തെ എന്തൊക്കെയോ കാണിച്ച് നമ്മളെ ഇവിടെ നിർത്തും. ഞാൻ രാവിലെ പറഞ്ഞ പദം വീണ്ടും പറയുന്നു. പറ, കർത്താവേ, ഞങ്ങളുടെ ദേഹത്തിൽ വലിയ സൗഖ്യമൊന്നും വേണ്ടപ്പാ. ആ രോഗം അവിടെ ഇരിക്കട്ടെ, ആ ബുദ്ധിമുട്ടുകൾ അവിടെ ഇരിക്കട്ടെ. എപ്പോൾ കർത്താവിന് സൗഖ്യമാക്കാൻ തോന്നുന്നു അപ്പോൾ സൗഖ്യമാക്കപ്പാ. പക്ഷെ ഞങ്ങൾക്ക് ആഗ്രഹം ഞങ്ങളുടെ ദേഹിയുടെ മേൽ വലിയൊരു രൂപാന്തരം വെളിപ്പെടാനാണ്. ഇത് രാഹുൽ പാസ് പറഞ്ഞ ദൂതല്ല, കർത്താവ് നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന വലിയൊരു നിയോഗമാണ്. ദൈവസഭ, ദേഹിയുടെ രൂപാന്തരമുള്ള തലമുറകൾ എഴുന്നേൽക്കട്ടെ. ദേഹിയിൽ മാറ്റമുള്ള ദൈവദാസന്മാർ, മാതാപിതാക്കൾ, തലമുറകൾ ഈ ദേശത്ത് എഴുന്നേറ്റ് വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയം, 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 ജയം. അമ്മേ, പെട്ടുകൊണ്ടേയിരിക്കണം. ബൈബിളിനകത്ത് ഞാൻ അവിടെ നിന്നൊരു തൂത് പറയാം. ഒരിക്കൽ ഒരു മനുഷ്യൻ പറയുകയാണ്, എനിക്കൊരു മകനുണ്ട്. മകൻ എന്ന് പറഞ്ഞ വാക്കിന് ഞാൻ സോറി പറയുന്നു, ക്ഷമ ചോദിക്കുന്നു. അദ്ദേഹം പറയുന്ന വാക്കാണ്, എൻ്റെ ശുശ്രൂഷ യാത്രയിൽ ഞാൻ കണ്ടെത്തിയ അസാധാരണ പ്രൊഡക്റ്റ്. എനിക്ക് പകരം നിൽക്കാൻ ശുശ്രൂഷയ്ക്കകത്ത് കൃപയുള്ളവൻ. എന്നെപ്പോലെ പ്രസംഗിക്കും, എന്നെപ്പോലെ പ്രവചിക്കും, എന്നെപ്പോലെ വെളിപ്പാട് പറയും. ശക്തനായ ശുശ്രൂഷകനാണ്. സാന്നിധ്യം വന്നാൽ അവൻ കരയും. അവൻ എന്നെപ്പോലെ തന്നെയാണ്. പൗലോസിന്റെ വാക്കാണ്. എന്നിട്ട് പറയുന്നു, അവൻ്റെ പേരാണ് എൻ്റെ നിജപുത്രനായ തിമത്യോസ്. തിമത്യോസ് എന്നെപ്പോലെ തന്നെയാണ്. ഇത് സഭയോട് പറഞ്ഞ പൗലോസ്. തിമത്യോസ് എന്ന ശുശ്രൂഷകനെ സഭയ്ക്ക് താൻ പരിചയപ്പെടുത്തി കൊടുത്ത വാക്കാണത്. തിമത്യോസ് എന്നൊരു നിജപുത്രൻ എനിക്കുണ്ട്. അവൻ ശക്തനായ ശുശ്രൂഷകനാണ്, പ്രവാചകനാണ്. സാന്നിധ്യം വന്നവൻ കരയും. അസാധാരണ ശുശ്രൂഷകനാണ്. കാലങ്ങൾ മറിഞ്ഞു. തിമത്യോസും പൗലോസും മുഖാമുഖം കാണുന്ന ഒരു കാഴ്ച ബൈബിളിലുണ്ട്. എന്നിട്ട് തിമത്യോസിനോട് പൗലോസിന്റെ ചോദ്യം, മോനെ തിമത്യോസേ, നീ പ്രസംഗിക്കും, എനിക്കറിയാം. നീ പ്രവചിക്കും, എനിക്കറിയാം. നീ സാന്നിധ്യത്തെ തിരിച്ചറിയും, എനിക്കറിയാം കുഞ്ഞെ. പക്ഷെ എനിക്ക് നിന്നോട് വളരെ വ്യക്തിപരമൊരു ചോദ്യമുണ്ട്. മോനെ തിമത്യോസേ, നിനക്ക് ദൈവത്തിൻ്റെ മനുഷ്യനാകണോ? നിങ്ങളെ വാക്ക് കേട്ടോ. തിമത്യോസ് എന്നൊരു മനുഷ്യൻ ചെറിയ പുള്ളിയൊന്നും അല്ലെന്നേ. ശുശ്രൂഷയുള്ള ആളാണ്. നമ്മുടെ നാടൻ വാക്കി പറഞ്ഞാൽ
ഇത്രയും ശുശ്രൂഷിക്കുന്ന മനുഷ്യനോട് പൗലോസിന്റെ വാക്ക്, മോനെ തിമത്തിയോസേ, നിനക്ക് ശുശ്രൂഷകനാകണോ അതോ ദൈവ മനുഷ്യനാകണോ? ദൈവത്തിൻ്റെ മനുഷ്യനാകണമെങ്കിൽ കേട്ടോ, അത് വിട്ട് ഓടണം. വാക്യം എന്താ പറയുന്നേ? നീയോ ദൈവത്തിൻ്റെ മനുഷ്യനുള്ളവേ, അത് വിട്ട് ഏതാ വിട്ട് ഓടണ്ടേ? മുകളിൽ കിടക്കുകയല്ലേ ഒരു പാരഗ്രാഫ് മുഴുവൻ. നിന്റെ ദേഹിക്കകത്ത് പിടിമുറുക്കിയ പലതിനെ വിട്ടിട്ട് ഓടിയാൽ നിനക്ക് ലഭിക്കുന്ന പദവിയുടെ പേരാണ് ദൈവത്തിൻ്റെ മനുഷ്യർ. ഓ, കർത്താവിന് തിരുവല്ലായിൽ 1000 പ്രസംഗന്മാരുണ്ടെന്നേ. തിരുവല്ലായിലാണോ പ്രസംഗകന്മാർക്ക് പഞ്ഞമുള്ളത്? ഇവിടെ പ്രവാചകന്മാരുണ്ടെന്നേ, ഇവിടെ ശുശ്രൂഷകന്മാരുണ്ടെന്നേ. നിങ്ങൾ നമ്മളെക്കാൾ നന്നായി ആരാധിക്കുന്ന, നന്നായി പ്രാർത്ഥിക്കുന്ന 10,000 തിരുവല്ലയ്ക്കകത്തുണ്ട്. പക്ഷെ ദൈവ മനുഷ്യന്മാരില്ലെന്ന്. എന്താ ദൈവ മനുഷ്യൻ? ദേഹിക്കകത്ത് പിടിച്ചിരിക്കുന്ന പലതിനെ വിട്ടിട്ട് ഓടാൻ തുടങ്ങിയാൽ അവന്റെ പേരാണ് ദൈവ മനുഷ്യൻ. ഇന്ന് രാത്രി വിട്ടോടാൻ കൊതിക്കുന്നവർക്കായി ദേഹി പിടിമുറുക്കിയ പലതിനെ ഇന്ന് രാത്രി നിർബന്ധത്താൽ വിട്ടുകളയോ. ദേഹിക്കകത്ത് പറ്റിപ്പിടിച്ച പലതിനെ ഇന്ന് രാത്രി വലിച്ചു പറിച്ച് കള. നിങ്ങൾ ഡിഫറൻസ് മനസ്സിലാക്കുന്നു വിചാരിക്കുക. തിമോത്തിയോസേ, ദേഹിക്കകത്തിരിക്കുന്ന അവിടെ വെച്ചോണ്ട് പ്രസംഗിക്കാം. നിങ്ങളാരും മിണ്ടിയില്ല. ദേഹിക്കകത്തിരിക്കുന്ന വിചാര വികാരങ്ങൾ വെച്ചോണ്ട് പ്രസംഗിക്കാം, ഗ്ലോറി പറയാം, അന്യഭാഷ പറയാം, വെളിപ്പാട് പറയാം. പക്ഷെ ദൈവ മനുഷ്യനാകാൻ പറ്റത്തില്ല കേട്ടോ. കർത്താവിന് തിരുവല്ലായി പ്രസംഗന്മാരെ അല്ല ആവശ്യം, പ്രവാചകന്മാരെ അല്ല ആവശ്യം, ശുശ്രൂഷകന്മാരെ അല്ല. കർത്താവ് തിരയുക ദൈവ മനുഷ്യന്മാരെ കാണാൻ. ഓ, ഇന്ന് രാത്രി അവിടെ കോടി കയറാൻ നിർബന്ധത്താൽ എന്റെ മേൽ പകർന്ന അഭിഷേകത്താൽ സഭയോട് ഈ രാത്രി നിർബന്ധിക്കുക. വിട്ടുകളയ പലതിനെ, നാം പിടിച്ചതും പറ്റിപ്പിടിച്ച പലതിനെ ഈ രാത്രി വിട്ടുകളയോ. ദൈവത്തിന്റെ മനുഷ്യന്മാർ. സാധാ വെളിപ്പാടുകളോട് ഇന്ന് രാത്രി വിട പറയാം. നമുക്ക് ഈ യോഗം കഴിയുമ്പോൾ വലിയ പ്രസംഗകനൊന്നും ആകണ്ട. നമ്മളെ അങ്ങനെ ഉപയോഗിക്കാൻ കർത്താവിന് ആഗ്രഹമെങ്കിൽ കർത്താവ് ഉപയോഗിക്കട്ടെ. നമുക്ക് വലിയ പ്രവാചകന്മാരൊന്നും ആകണ്ട. കർത്താവിന് അങ്ങനെ ആഗ്രഹമെങ്കിൽ കർത്താവ് ഉപയോഗിക്കട്ടെ. കമാൺ. പക്ഷെ നമുക്ക് ഇന്ന് രാത്രി ദൈവമനുഷ്യന്മാരാകണം. ദൈവമനുഷ്യനാകണമെങ്കിൽ വിടണം പലതിനെ. എവിടെ? ദേഹിക്കകത്തിരിക്കുന്നതിനെ. ഒരു സ്തോത്രം പറയാമോ? ദേഹിക്കകത്തിരിക്കുന്ന വിചാരവികാരത്തെ വിടണം, അസൂയെ വിടണം, പിണക്കത്തെ വിടണം, കോപത്തെ വിടണം. ഒരു സ്തോത്രം പറയണം. ഇത് വെച്ചോണ്ട് നമുക്ക് കർത്താവിന് ഇവിടെ ആവശ്യം ദൈവമനുഷ്യന്മാരെയാ. ഞാൻ ദൂത് പറയാം, ഈ പ്രാർത്ഥന കഴിയുമ്പോൾ നമ്മൾ ആ ലെവലിനകത്തേക്ക് നടന്നു കയറാൻ പോവാണ്. എനിക്കുറപ്പുണ്ട്, നിർബന്ധത്തിൽ ചിലര് വിട്ടോടാൻ തുടങ്ങിയിട്ടുണ്ട്. വലിയ മരത്തിൽ ഇത്തിള് പറ്റിപ്പിടിച്ചത് പോലെ നമ്മുടെ ദേഹിക്കകത്ത് പറ്റിപ്പിടിച്ച പലതിനും അഭിഷേകം കൊണ്ട് ഈ രാത്രി വലിച്ചു പറിച്ച് കളയട്ടെ, അതിനെ ഉപേക്ഷിക്കട്ടെ എന്നേക്കുമായി. ജയം 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 ജയം. ഓടി മുൻപോട്ട് പോകാം. പൗലോസിന്റെ അടുത്ത വാക്ക് നമ്മുടെ പോരിന്റെ ആയുധങ്ങളോ അല്ല, കോട്ടകൾ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ കമാൺ ശക്തിയുള്ളവ തന്നെ. ഇവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളെയും ദൈവപരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും ഏത് വിചാരത്തെയും ക്രിസ്തുവിന്റെ അനുസരണത്തിനായി പിടിച്ചടക്കും. പൗലോസിന്റെ വാക്ക് കേട്ടോ, പോരിന്റെ ആയുധങ്ങൾ
ജഡികമല്ല. തിരുവല്ല സഭയെ നമ്മുടെ ആയുധം ജഡികമല്ല. കത്തി, കമ്പി, വാള് ഒന്നും നമുക്കില്ലെന്നേ. നമ്മുടെ ആയുധം ആത്മാവിന്റെ ആയുധമാണ്. കത്തി കൊണ്ടും കമ്പ് കൊണ്ടും ഇടിക്കാൻ കഴിയാത്ത കോട്ടകളെ ആത്മാവിന്റെ ആയുധം കൊണ്ട് ഇടിക്കാൻ കഴിയുമെന്ന്. ഓ രക്തം, ജയം, എല്ലാ പഴകിയ കോട്ടകളെ ആത്മാവിന്റെ ആയുധം കൊണ്ട്, ആത്മാവിന്റെ കൃപ കൊണ്ട്, ആത്മാവിന്റെ ശക്തി കൊണ്ട് ഇടിച്ച് തകർക്കാൻ കഴിയുമെന്ന്. ആമേൻ. പോരിന്റെ ആയുധങ്ങളോ ജഡീകളല്ല. കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തി ഉണ്ട്. എന്താ കോട്ട? എന്താ കോട്ട? ഈ വാക്യത്തിൽ 2 കോട്ടകൾ കിടപ്പുണ്ട്. ഒന്ന് സങ്കല്പങ്ങളും, 2 വിചാരങ്ങളും. ചെവി തുറന്ന് കേട്ടോ. എന്താ കോട്ട? സങ്കല്പം, വിചാരം. നമ്മുടെ പ്രസംഗത്തിൽ സങ്കല്പം, വിചാരം എവിടെയാ ജനിക്കുന്നത്? ദേഹിക്കകത്താണ്. അപ്പൊ പിശാച് എവിടാ കോട്ട കെട്ടിയത്? നമ്മുടെ ദേഹിക്കകത്താച്ചാ. പ്രാപിച്ച അഭിഷേകം ഗ്ലോറി പറയാൻ വേണ്ടി മാത്രം അല്ലെന്നേ, അവൻ കെട്ടിപ്പോക്കിയ കോട്ടകളെ ഇടിക്കാൻ കൂടിയാണ്. പിശാചെ എത്ര കാലങ്ങളെ കൊണ്ട് ഞങ്ങളുടെ ദേഹിക്കകത്ത് കെട്ടിപ്പോക്കിയ കോട്ടയാണെങ്കിലും അഭിഷേകം കൊണ്ട്, കൃപ കൊണ്ട്, ആത്മശക്തി കൊണ്ട് ഈ രാത്രി ഇടിച്ചുകള. യേശുവിന്റെ നാമത്തിൽ എല്ലാ വിചാരങ്ങൾ, എല്ലാ സങ്കല്പങ്ങൾ, എല്ലാ ഭാരങ്ങൾ, എല്ലാ നിരാശ എന്ന കോട്ടകളെ അഭിഷേകം കൊണ്ട്, കൃപ കൊണ്ട് ഇടിച്ചുകള, ഇടിച്ചുകള, ഇടിച്ചുകള. അമേ. സങ്കല്പങ്ങളും വിചാരങ്ങളും ചെറിയ വാക്കാണ്. സങ്കല്പങ്ങളും വിചാരങ്ങളും. ഇത് കോട്ടയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? കമോൺ. കോട്ട, കോട്ട. എൻ്റെ പ്രിയരെ, എന്താ കോട്ട? വേഗം പറഞ്ഞാൽ വേഗം വീട്ടിൽ വിടാം. എന്താ കോട്ട? എന്തേലും പറ. കോട്ട ചുറ്റുവള്ളം അല്ലേ? മതിലാണോ കോട്ട? ഞാൻ ആരോടെ ചോദിക്കുന്നു? മതിലാണോ കോട്ട? ഇവിടെ ഒരു മതിലുണ്ടല്ലേ? മതിലിന് എത്ര അടി പൊക്കമുണ്ട്? 5 അടി പൊക്കോ? 5 അല്ലേ? മതിലിന് 5 അടി പൊക്കമുള്ളൂ. കോട്ടയ്ക്ക് 5 അടി പൊക്കമാണോ? അല്ല. മതിൽ കെട്ടാൻ 2 ആഴ്ച മതി. കോട്ട കെട്ടാൻ നിങ്ങൾ കോട്ട കണ്ടിട്ടുണ്ടോ? ടി വിക്കകത്തും കണ്ടിട്ടുണ്ടോ? രക്തം ചെയ്യും. കോട്ട കെട്ടാൻ 1 ആഴ്ച പോരാ മാമ, അല്ലേ? കാലങ്ങളെടുത്ത് കോട്ട കെട്ടും. മതിലിന് ഒരു ഹോളബിൾസ് കട്ടട വലിപ്പമേ ഉള്ളൂ, വീതിയേ ഉള്ളൂ. പക്ഷേ കോട്ടയ്ക്ക് അതിലേറെ വലിപ്പമുണ്ട്. ഭയങ്കര ഉയരത്തിൽ, ഭയങ്കര സ്ട്രോങ് ആയ, പെട്ടെന്ന് ഇടിക്കാൻ കഴിയാത്ത, എൻട്രൻസുകളില്ലാത്ത അത്ര കടുപ്പമുള്ള സാധനമാണ് കോട്ട. ബൈബിൾ പറഞ്ഞ കേട്ടോ, വിചാരങ്ങൾ ഒരു കോട്ടയാണെന്ന്. പെട്ടെന്നൊന്നും ഇടിക്കാൻ പറ്റത്തില്ലെന്ന്. സങ്കല്പങ്ങൾ കോട്ടയാണെന്ന്. പെട്ടെന്നൊന്നും ഇടിക്കാൻ പറ്റത്തില്ലെന്ന്. നിരാശ ഒരു കോട്ടയാണ്, പെട്ടെന്നൊന്നും ഇടിക്കാൻ കഴിയത്തില്ലെന്ന്. ദുഃഖം ഒരു കോട്ടയാണ്, അത് ദേഹിക്കകത്ത് പിശാച് കെട്ടുക, പെട്ടെന്നൊന്നും ഇടിക്കാൻ പറ്റത്തില്ലെന്ന്. ഭയങ്കര സ്ട്രോങ് ആയതാണ്. കാലങ്ങൾ കൊണ്ട് കെട്ടിയത്. കാലങ്ങൾ കൊണ്ട് ഓരോ കട്ട വെച്ച്, ഓരോ കല്ല് വെച്ച്, ഓരോ കല്ല് വെച്ച് അവൻ കാലങ്ങൾ കൊണ്ട് കെട്ടിപ്പൊക്കിയ എത്ര പഴകിയ കോട്ടയാണെങ്കിലും ഈ 7-ാം രാത്രി അഭിഷേകം കേട്ടോ, നിങ്ങളുടെ അകത്തിരിക്കുന്ന കൃപ കൊണ്ട്, നിങ്ങൾ പ്രാപിച്ച അഭിഷേകം കൊണ്ട് അതിന് എന്നേക്കും ഇടിക്കാൻ കഴിയുമെന്ന്. പ്രാപിച്ച കൃപ യൂസ് ചെയ്തോ, പ്രാപിച്ച അധികാരത്തെ ഉപയോഗിച്ചോ, പ്രാപിച്ച അഭിഷേകം ഉപയോഗിക്കുക. അഭിഷേകം ഉപയോഗിക്കുക, അഭിഷേകം ഉപയോഗിക്കുക, ആത്മശക്തി ഉപയോഗിക്കുക. കെട്ടിപ്പൊക്കിയ കോട്ടകളോട് ഇന്ന് രാത്രി ഇടിയാൻ പറ. കേട്ടോ, പിശാച് കോട്ട കെട്ടുന്നത് ഗ്രാജ്വലിയാണ്. നമ്മുടെ ദേഹിക്കകത്ത് നിരാശ എന്ന കോട്ടയെ, ദുഃഖം എന്ന കോട്ടയെ, സങ്കടം എന്ന കോട്ടയെ പിശാച് കെട്ടിപ്പൊക്കുന്നത് പതുക്കെയാണ്, സാവധാനത്തിലാണ്. നമ്മുടെ ദേഹിക്കകത്ത് നിരാശ എന്ന ഒരു കല്ല് കൊണ്ട് പിശാച് ഇറക്കി വെക്കും, അല്ലെങ്കിൽ ദുഃഖം എന്നൊരു കല്ല് കൊണ്ട് പിശാച് ഇറക്കി വെക്കും, അല്ലെങ്കിൽ സങ്കല്പം എന്നൊരു കല്ല് പിശാച് കൊണ്ട് ഇറക്കി വെക്കും.
എന്നിട്ട് പിശാച് മാറി നോക്കി നിൽക്കും. നമ്മൾ അതിനെ എടുത്ത് കളയുന്നുണ്ടോ നോക്കും. നമ്മൾ എന്ത് അറിയുമോ, അതിനെ അവിടെ വെക്കും. നിങ്ങൾ തലമുറയെക്കുറിച്ച് വിചാരപ്പെടാൻ തുടങ്ങിയാൽ പിശാചിനെ പിടികിട്ടി നിങ്ങളുടെ ദേഹിക്കകത്ത് വിചാരമെന്ന കോട്ടയ്ക്ക് സ്പേസ് ഉണ്ടെന്ന്. നിങ്ങൾ വിചാരപ്പെടാൻ തുടങ്ങിയാൽ ആദ്യ ദിവസം ഒരു കല്ലിറക്കി മാറി നിന്നിട്ട് അടുത്ത ദിവസം അടുത്ത കല്ലിറക്കും. ഇങ്ങനെ ഗ്രാജ്വലി അവൻ ഈ നിരാശയുടെ, സങ്കടത്തിന്, ദുഃഖത്തിന് കോട്ട കെട്ടാൻ തുടങ്ങും. നമുക്കിതിനെ ജയിക്കാൻ കഴിയാതാകും. തലമുറയെക്കുറിച്ചുള്ള അമിത വിചാരത്തെ നമുക്ക് ജയിക്കാൻ കഴിയാതെ വരും. സങ്കടത്തെ നമുക്ക് ജയിക്കാൻ കഴിയാതെ വരും. അപ്പോൾ ഓർത്തോണം, നമ്മൾ പോലും അറിയാത്ത നമ്മളെക്കാൾ ഉയരമുള്ള കോട്ട നമ്മുടെ ദേഹിക്കകത്തിരിപ്പുണ്ടെന്ന്. ഇന്ന് രാത്രി കേട്ടോ, ഇവിടെ ഏതൊക്കെ കോട്ട ചുമന്നു കൊണ്ടുവന്നാലും ഞാൻ ഈ ദൂത് പറയുമ്പോൾ തന്നെ ചീട്ടുകൊട്ടാരം ഇടിയുന്ന പോലെ കോട്ടകൾ ഇടിയാൻ പോവാണ്. എല്ലാ നിരാശയുടെ കോട്ടകൾ, എല്ലാ ദുഃഖത്തിന്റെ കോട്ടകൾ, എല്ലാ സങ്കടത്തിന്റെ കോട്ടകൾ കമാൻ ഇടിച്ചുകള, ഇടിച്ചുകള, ഇടിച്ചുകള. കരമടിച്ചോ, കരമുയർത്തിയോ, ഈ രാത്രി നന്ദിയോടെ സ്വാതന്ത്ര്യം പറഞ്ഞോ. നിങ്ങൾ ഭാരം ചുമക്കാൻ തുടങ്ങിയാൽ നാളെ കുറിച്ചുള്ള അമിത വിചാരങ്ങൾ, നാളെ എൻ്റെ തലമുറ, നാളത്തെ ജോലി, നാളത്തെ ഭാവി, നാളത്തെ ഫിനാൻസ്, നിങ്ങൾ നാളെ പറ്റി ഇങ്ങനെ വറീഡാകാൻ തുടങ്ങിയാൽ പിശാചിനെ പിടികിട്ടി നിങ്ങളുടെ ദേഹിക്കകത്ത് വിചാരത്തിന് സ്പേസ് ഉണ്ട്. അവൻ ഒരു കല്ല് കൊണ്ടിറക്കും, ഗ്രാജുവലി കെട്ടിപ്പോക്കും. വണ്ടിക്കാള ഭാരം വലിക്കുന്ന പോലെ ഇത് വലിച്ചോണ്ട് നടക്കേണ്ടി വരും. മൈ ഗാഡ്, നിങ്ങൾ കേട്ടോ, നിങ്ങൾ നമ്മുടെ ബേക്കറി ഫുഡ് വാങ്ങിച്ച് നമ്മുടെ ഈ സ്പേസ് ഇടണം, അല്ലെങ്കിൽ ഈ പോർച്ചിലിടുക, ഈ പാർക്കിംഗ് സ്പേസ് ചെയ്തിട്ട് ബേക്കറി ഫുഡ് ഇടണം. ഒരു ദിവസം അതവിടെ കിടക്കും, 2 ദിവസം അതവിടെ കിടക്കും. പക്ഷെ 3-ാം ദിവസം ആകുമ്പോൾ അവൻ്റെ സ്വഭാവം മാറും. ആ ബേക്കറി ഫുഡ് 4-5 ദിവസം കഴിയുമ്പോൾ പിന്നെ അങ്ങ് ദുർഗന്ധമാണ്, വേസ്റ്റാണത്. ഇത് തന്നെയാണ് നമ്മുടെ ദേഹിക്കകത്ത് വന്നു വീഴുന്ന പലതും. സമയം കൊടുക്കരുത്, സമയം കൊടുക്കരുത്. സമയം കൊടുത്താൽ കേട്ടോ, അത് വേരിറക്കും. പിന്നെ അത് പറയരിച്ചിട്ട് പാടാണെന്നേ. നമ്മുടെ അകത്ത് വടവൃക്ഷം പോലെ അത് വളരും. രക്തം ജയം. ഇന്ന് രാത്രി സഭ ചെവി തുറന്ന് കേട്ടോ, നിങ്ങളുടെ മേൽ പകർന്ന അഭിഷേകത്തിന് പവറുണ്ട്. അവൻ കെട്ടിയതിനെ ഇടിക്കാൻ ആരുടെ കൈവപ്പ് കൊണ്ടല്ലെന്ന്, നിങ്ങളുടെ മേൽ പകർന്ന അഭിഷേകത്താൽ. ആ അഭിഷേകം ഉപയോഗിക്കുക. ഈ രാത്രി പറ, എന്റെ ദേഹിക്കകത്തിരിക്കുന്ന ഭാരത്തോട് അഴിഞ്ഞു പോകാൻ പറ. ആ സങ്കടത്തോട്, ദുഃഖത്തോട് കമാൻ അഭിഷേകം യൂസ് ചെയ്യ്. ചില കോട്ടകൾ ഇടിയാൻ തുടങ്ങി, കോട്ടകൾ ഇടിയാൻ തുടങ്ങി, പഴകിയ കോട്ടകൾ ഇടിയാൻ തുടങ്ങി. അഭിഷേകം ഉപയോഗിക്കുക, അഭിഷേകം ഉപയോഗിക്കുക, അഭിഷേകം ഉപയോഗിക്കുക. ആമേൻ, ആമേൻ. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന അഭിഷേകത്തിൽ ജീവിക്കുന്ന, അഭിഷേകത്തിൻ്റെ അസാധാരണ കൃപയുള്ള ഒരു കൂട്ട ദൈവമക്കളാണ്. നിങ്ങൾ കേട്ടോ, ദേഹിക്കകത്ത് പിശാചി കെട്ടിയ കോട്ടകളെ വേറെ ആരും ഇടിക്കണ്ട. കമാൺ, എനിക്ക് അധികാരമുണ്ട്. ബൈബിൾ അങ്ങനെ പറയുന്നത്. എൻ്റെ അകത്ത് കെട്ടിയതിനെ എനിക്കിടിക്കാൻ അധികാരമുണ്ട്. ഇന്ന് രാത്രി എൻ്റെ മേൽ പകർന്ന അഭിഷേകം കൊണ്ട്, നിങ്ങളുടെ മേൽ പകർന്ന അഭിഷേകത്തെ ഉപയോഗിക്കുക. ആ കെട്ടിയ സകല കോട്ടകളോട് ഈ രാത്രി അഴിഞ്ഞു പോകാൻ പറ. ആ കാലങ്ങൾ കൊണ്ട് പിശാച് കെട്ടി പൂട്ടി എനിക്ക് പുറത്തിറങ്ങാൻ കഴിയാതെ, എനിക്ക് രക്ഷപ്പെടാൻ കഴിയാതെ എന്നെ ഒതുക്കിയ നിരാശക്കകത്ത് നിന്ന് പുറത്തു വരട്ടെ. പ്രാപിച്ചോ, 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 പ്രാപിച്ചോ. അത് അഭിഷേകത്തെ ഉപയോഗിക്കുക, അഭിഷേകത്തെ ഉപയോഗിക്കുക, ആത്മശക്തി ഉപയോഗിക്കുക.
ഷുഡിബദല ഹദരബിയ ലഗഡയ സഹഡജല വഹദരബി ഹംദൽ മനാദി. ഈ ഹോളിനകത്ത് എത്രയും ആളിരിപ്പുണ്ടോ എല്ലാവരും കേട്ടോ. പലരുടെയും ദേഹിയിൽ പല രീതിയിലാണ് പിശാച് കോട്ട കെട്ടുന്നത്. കേട്ടവർക്കായി സ്തോത്രം. എൻ്റെ ദേഹിക്കകത്ത് പിശാച് കെട്ടിയ കോട്ട പോലല്ല നിങ്ങളുടെ ദേഹിക്കകത്ത് കെട്ടുന്നത്, നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളുടെ. ഇന്ന് രാത്രി അറിയണം എൻ്റെ ദേഹിക്കകത്ത് എന്താ പിശാച് കെട്ടിയ കോട്ടയെന്ന്. അത് വെളിപ്പെട്ടാൽ മാത്രമേ നമുക്കതിനെ ഇടിക്കാൻ പറ്റത്തുള്ളൂ. കേട്ടോ? ഓ ഓ മൈ ഗാഡ്, മൈ ഗാഡ്. ഈ ലൈവ് പോകുന്നുണ്ട്, എൻ്റെ കഥ പറയായിരുന്നു. കട്ട് ചെയ്യൂ, വേണ്ട, സോറി. ഞാൻ പെട്ടെന്ന് പിണങ്ങുന്ന ആളായിരുന്നു. ഞാൻ ഫോൺ വിളിച്ച് ഒരാൾ എടുത്തില്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് പിണങ്ങും പാസ്റ്റേ. ഒരാൾ ഫോൺ ഞാൻ വിളിച്ചിട്ട് അദ്ദേഹം പെട്ടെന്ന് കോൾ എടുത്തില്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് പിണങ്ങും. അദ്ദേഹം തിരക്കുകൊണ്ടായിരിക്കും കോൾ എടുക്കാഞ്ഞത്. എന്നെ വിളിക്കാൻ ലേറ്റായി പോയി, അദ്ദേഹം ലേറ്റായിട്ട് എന്നെ വിളിച്ചാൽ ഞാൻ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക, അല്ലാതെ കോൾ എടുക്കത്തില്ല. കേട്ടവർക്കായി സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലായിട്ടും മനസ്സിലാകാത്ത പോറ്റിക്ക് എനിക്കറിയാം. എനിക്ക് മനസ്സിലായി എൻ്റെ ദേഹിക്കകത്ത് പിശാച് കെട്ടിയ ഒരു കോട്ടയാണ് ഈ സാധനം. വെളിപ്പെട്ടാൽ മാത്രമേ നമുക്കത് റിവീലാകണം. ഓ ഇന്ന് രാത്രി ഒന്ന് നമ്മുടെ ദേഹിക്കകത്ത് നോക്കിക്കേ. എന്താണ് എൻ്റെ ദേഹിൽ പിശാച് കെട്ടിയ കോട്ട? ഭാരമാണോ? നിരാശയാണോ? സങ്കടമാണോ? അതോ കോപമാണോ? കമോൺ. രക്തം ജയം, രക്തം ജയം. ഇന്ന് രാത്രി എനിക്ക് പുറത്തിറങ്ങാൻ കഴിയാതെ, എനിക്കൊന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ കഴിയാതെ എന്നെ ഒരു കോട്ടയ്ക്കകത്ത് പിശാച് കാലങ്ങളായി അടച്ചു വെച്ചത്, രക്തം ജയം ഈ രാത്രി നിങ്ങളുടെ മേൽ പകർന്ന അഭിഷേകം കൊണ്ട് ഇടിച്ചു കളയണം. രാഹുൽ പാസ് കൈവെക്കുമ്പോഴല്ല, ഇവിടെ ഇരിക്കുന്ന അഭിഷക്തന്മാർ കൈവെക്കുമ്പോഴല്ലെന്നേ. ഒരാടെ പോലും സഹായം വേണ്ട, പരസഹായം ഇല്ലാതെ എനിക്കുറപ്പുണ്ട് ഇന്ന് രാത്രി ആരൊക്കെയോ പ്രാപിച്ച കൃപയെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രാപിച്ച അഭിഷേകത്തെ, പ്രാപിച്ച ആത്മശക്തിയെ നിങ്ങൾ ആരെ നോക്കണ്ട, ആരാധിക്കാം. അന്യഭാഷ പറഞ്ഞ അന്യഭാഷ പറയട്ടെ. റമ സഹജലെ ഇടിച്ചുകള ഈ രാത്രി അഴിഞ്ഞു പോകാൻ പറഞ്ഞതിനോട് രാത്രി ഒരു വിടുതൽ വ്യാപരിക്കട്ടെ. സകല കോട്ടകൾ ഇടിയട്ടെ. ഇടിച്ചുകള സകല കോട്ടകളെ ഇടിച്ചുകള. ഇനി അത് ചുമക്കരുത്, ഇനി അത് ചുമക്കരുത്. നമ്മൾ ചുമന്നുകൊണ്ടുവന്ന പല കോട്ടകളുടെയും അവസാന രാത്രിയാകണം ഇന്ന് രാത്രി. ഒന്ന് സന്തോഷിക്കാൻ കഴിയാതെ, ഒന്ന് ആനന്ദിക്കാൻ കഴിയാതെ, കമോൺ, എന്നെ ഇറിറ്റേറ്റ് ചെയ്ത കോട്ടകൾ, കമോൺ, ഇന്നതിൻ്റെ അവസാന രാത്രിയാണ്. അതിന് ഒരാളുടെ സഹായം വേണ്ട പാസ്റ്റർ, ഒരാളുടെ ഹെൽപ്പ് വേണ്ട. എനിക്കുറപ്പുണ്ട് ഈ രാത്രി ആരൊക്കെയോ ആ കൃപ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. രക്തം ജയം, രക്തം ജയം, രക്തം ജയം. ആരൊക്കെയോ ആ കൃപയെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ആ ആയുധത്തെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ മേൽ ഭരമേൽപ്പിച്ച ആത്മാവിന്റെ ആയുധത്തെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി സഭ കോട്ടയ്ക്കകത്തല്ല, കുടുംബങ്ങൾ കോട്ടകൾക്കകത്തല്ല, പുറത്തു വരുന്ന രാത്രിയാണ്. Glory, 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 glory. Rabba labana hadara khajabala hagada jabadala hamdal mana zaital mana. Amen. Amen. രണ്ട് കോട്ടകൾ, ഒന്ന് സങ്കല്പം, രണ്ട് വിചാരവും. എന്താ സങ്കല്പം? വേഗം പറ. സങ്കല്പം, സങ്കല്പം, സങ്കല്പം.
എങ്കിലും ചന്ദ്രിക നമ്മൾ കാണും സങ്കല്പ ലോകമല്ല ഈ ഉലകം. അത് കേട്ടിട്ടുണ്ടോ? അതും കേട്ടിട്ടില്ല. എന്താ സങ്കല്പം? കമോൺ, വേഗം പറ. സങ്കല്പം, കമോൺ. തോട്ട് വേൾഡ്, സങ്കല്പ ലോകം എന്ന് പറയും. ഇമാജിൻ ചെയ്യുക, അത് വേറൊരു ആംഗിൾ അർത്ഥമാണ്. എന്താ ഈ സങ്കല്പം? പറ, ഒരു നല്ല ഡെഫിനിഷൻ പറയുന്നേ. കമോൺ. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു ഗുളിക കഴിച്ചു, സഭയിൽ പോയി മിണ്ടത്തില്ല. സങ്കല്പം, സങ്കല്പം. എന്താ സങ്കല്പം? പറ, വേഗം പറ, വേഗം പറയുന്നത്. സങ്കല്പം, സങ്കല്പം, സങ്കല്പം പറ. ഞാൻ തോറ്റ്, ഞാൻ വലഞ്ഞു പോവുള്ളൂ എനിക്കറിയാം. നിങ്ങളെ കൊന്നാൽ നിങ്ങൾ വാ തുറക്കുന്നുണ്ട് എനിക്കറിയാം. സങ്കല്പം. ഉള്ളതിനെ ഇല്ലാത്ത പോലെയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ, അല്ലേ? ഉള്ളതിനെ ഇല്ലാത്ത പോലെയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെയും. ഈ ചില സഭയിലൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോഴേ, ഈ ലൈവ് ഭയങ്കര പോരാട്ടം കേട്ടോ. ഈ പ്രസംഗിക്കാൻ പോകുമ്പോഴേ അവിടുത്തെ പാസ്റ്റർമാർ പ്രസംഗിക്കാൻ വന്ന ഗസ്റ്റ് പാസ്റ്ററെ ക്ഷണിക്കുന്നൊരു രീതിയുണ്ട്. ഇന്ന് ലീഡ് ചെയ്ത ബഹുമാനി പാസ്റ്റർ എന്നെ അങ്ങനെ അല്ല ക്ഷണിച്ചേ. ചിലടത്തൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പം അവിടെ ലീഡ് ചെയ്യുന്ന പാസ്റ്റർ പറയും, പ്രിയപ്പെട്ടവരെ, ക്ഷണിച്ച ഗസ്റ്റ് പാസ്റ്റർ വന്നിട്ടുണ്ട്, ലോകപ്രസിദ്ധനാണ്. ചുമ്മാ അങ്ങനെ കേട്ടോ. ഇപ്പോൾ വെല്ലുവിളി എന്ന് പറയും. എന്ന് പറയും, പ്രിയപ്പെട്ടവരെ, ഈ വന്ന ഗസ്റ്റ് പാസ്റ്ററെ എനിക്കറിയത്തില്ല. സഭയിലെ പാസ്റ്റർ പറയാണ്, എനിക്ക് പാസ്റ്റർ ആരോ നമ്പർ തന്ന് വിളിച്ചതല്ലാതെ ഞാൻ ഈ പുള്ളിയായിട്ട് ഒരു മുൻപരിചയമില്ല. ഇന്ന് നിങ്ങളെപ്പോലെ ഈ പുള്ളി ഇന്നാ കാണുന്ന. രാവിലെ വിളിച്ച് വഴി പറഞ്ഞു കൊടുത്തതല്ലാതെ ഞാൻ ഈ പുള്ളിയായിട്ട് ഒരു പരിചയമില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഗസ്റ്റ് പാസ്റ്ററെ ചർച്ച് പാസ്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതെന്താ ചർച്ച് പാസ്റ്റർ അങ്ങനെയൊക്കെ പറഞ്ഞത്? അതെന്നറിയാമോ? ഈ വന്ന പുള്ളിക്കാരൻ വല്ലോ പ്രവാചകനാണ്, പുള്ളി വല്ലതും വിളിച്ചു പറയും. അപ്പം അച്ചാനും വാന്യം പറയും, പാസ്റ്റർ പറഞ്ഞു കൊടുത്തതാണ്. ഇത് പറയാതിരിക്കാൻ മുന്നമേ പറഞ്ഞതാണ്, എനിക്ക് പാസ്റ്റർ അറിയത്തില്ല. ദൂത് വെളിപ്പെടാത്തോണ്ടാണോ? അല്ല, ദൂത് വെളിപ്പെട്ടു, ഇതിനെ പിടിക്കാൻ ദേഹി അനുവദിക്കാത്തോണ്ടോ? നമ്മൾ പോലും അറിയാത്ത വിധത്തിൽ നമ്മുടെ സഭയ്ക്കകത്ത് പിശാചൊരു കോട്ട കെട്ടിപ്പൊക്കി. അതിൻ്റെ പേരാണ് സങ്കല്പത്തിൻ്റെ കോട്ടകൾ. രക്തം ജയം. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി തീരുമാനിച്ചോണം, എൻ്റെ സഭയ്ക്കകത്ത് ആ കോട്ടയെ വാഴാൻ ഞാൻ അനുവദിക്കത്തില്ല. സങ്കല്പത്തിന്റെ സകല കോട്ടകളെ പ്രാപിച്ച് അഭിഷേകം കൊണ്ട് ഇടിച്ചുകളാം. അതിനെ വാഴാൻ അനുവദിക്കരുത്, അതിനെ തലവെക്കാൻ അനുവദിക്കരുത്. രക്തം ജയം. അവിടെ ഒരു 3-4 കാര്യം പറയണമെന്നേ, അല്ലേ? ഈ പണ്ട് കേൾക്കുന്നൊരു വാക്കാണ് പാസ്റ്റർ കുത്തി പ്രസംഗിച്ചു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ വാക്ക്? ഇല്ല, എല്ലാ അമേരിക്കരും ആദ്യം കേൾക്കുക പാസ്റ്റർ. ഇപ്പം കേൾക്കുന്നില്ല ചാ, അല്ലേ? ഒന്നെങ്കിൽ പാസ്റ്റർമാർ നന്നായി, അല്ല വിശ്വാസികൾ നന്നായി. ആരോ നന്നായത് കൊണ്ടാണ് പാസ്റ്റർ കുത്തിപ്രസംഗം. അയ്യോ, അത് പറയുന്ന റൂട്ട് ഭയങ്കരമാണ്. എന്നെപ്പറ്റി ബഹുമാനി അച്ഛൻ പാസ്റ്ററോട് പറഞ്ഞു കൊടുത്തു. ഇത് കേട്ടിട്ടാ ഞായറാഴ്ച പാസ്റ്റർ ഇതാ റൂട്ട്, അല്ലേ? സത്യത്തിൽ അച്ഛൻ പറഞ്ഞിട്ടുമില്ല, പാസ്റ്റർ കേട്ടിട്ടുമില്ല. വന്നത് ദൂതായിരുന്നു. എന്താ പിടിക്കാൻ പറ്റാഞ്ഞേ? നമ്മൾ പോലും അറിയാത്തൊരു സങ്കല്പത്തിന്റെ കോട്ട നമ്മുടെ ദേഹിക്കകത്ത് കെട്ടിപ്പൊക്കി. വെളിപ്പെടുന്ന ദൂതുകളെ അതിൻ്റെ ആധികാരികതയിൽ പിടിക്കാൻ കഴിയാതെ, വെളിപ്പെടുന്ന വചനത്തെ അതിന്റെ ഗൗരവത്തിൽ ഗ്രഹിക്കാൻ കഴിയാതെ, നമ്മൾ പോലും അറിയാത്ത കോട്ട ഇന്ന് രാത്രി ആ കോട്ട ഇടിച്ചു കളയണമെന്ന്. ഇനി സഭയ്ക്കകത്തത് വാഴരുത്. മനസ്സിലാകുന്നവർ സ്തോത്രം പറഞ്ഞു വന്നേ. അതിനെ ജയിക്കാൻ കൊതിയുള്ളവർ ഈ രാത്രി കൃപ കൊണ്ട് ഇടിച്ചു കളയാതെ. കേട്ടോ, ഒന്നുകൂടെ പറയാം. നിങ്ങൾ കേട്ടോണം. സങ്കല്പം എന്ന പദം ഭയങ്കര ചെറുതാണ്, ചെറിയ പദമാണ്. പക്ഷെ ഇത് അപകടം ഭയങ്കര. സങ്കല്പത്താൽ പല സഭകൾ തകർന്നു പോയിട്ടുണ്ട്. സ്വോത്രം പറയണം. ഈ സ്വോത്രം എടുക്കത്തില്ല, നല്ല സ്വോത്രം വേണം. സങ്കല്പത്താൽ പല കുടുംബ ബന്ധങ്ങൾ തകർന്നു പോയിട്ടുണ്ട്. സങ്കല്പത്താൽ പലരും ഡൈവേഴ്സിന്റെ വക്കിൽ വരെ എത്തിയിട്ടുണ്ട്. കേട്ടപ്പോ സിമ്പിളായി തോന്നിയല്ലേ? അപകടം അപകടം. ഞാൻ അവിടെ ഒന്നൊരു കാര്യം പറയാം.
നിങ്ങളുടെ പാസ്റ്റർക്ക് അറിയാമോ? മിണ്ടുന്നില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാ ഇവിടുത്തെ വിശ്വാസം ഇതാണ്. അമ്മേ കറക്റ്റ്. നിങ്ങൾക്ക് പോലും ഉറപ്പില്ല ഇവിടുത്തെ ആണോ എന്ന്. എല്ലാവരും ഇവിടെ ഇരിക്കുന്നവരാണ്. നിങ്ങളുടെ രാജ്പാസ്റ്റർക്ക് അറിയാമോ? അറിയാം. ഒരു അത്ഭുതം പറയട്ടെ, നിങ്ങൾ എന്നാ ഒരുങ്ങി വന്നാലും ഏത് ലൂയിസ് പിരിപ്പിട്ടാലും നിങ്ങളുടെ പാസ്റ്റർക്ക് അറിയാം. ഈ പാസ്റ്റർക്ക് പ്രാർത്ഥനയ്ക്കകത്ത് മനസ്സിലാകുന്ന കാര്യം, അല്ലെങ്കിൽ പാസ്റ്റർക്ക് വെളിപ്പെടുന്ന കാര്യം. പാസ്റ്റർ മിനിസ്ട്രി ഒരു നിയോഗത്തിന് ശുശ്രൂഷയാണ്. പാസ്റ്റർക്ക് നമ്മുടെ അടുത്തൊന്ന് പറയാം, അച്ഛാ ആൻറ്റി അങ്കിളെ പ്രാർത്ഥിച്ചോണം കേട്ടോ, പോരാട്ടമൊക്കെ ഉണ്ട്, സാരമില്ല, കർത്താവ് വിടുവിക്കും, ശക്തമായിട്ട് ഇങ്ങനെ ഇടയാൻ പറയത്തുള്ളൂ. തലമുറയ്ക്ക് കൊണ്ട് പ്രാർത്ഥിച്ചോണം, കർത്താവ് അത്ഭുതം ചെയ്യും, ഭയപ്പെടണ്ട കേട്ടോ, കർത്താവ് വിടുവിക്കും. ഒരു പരുവത്തി പാസ് പറയും കേട്ടോ. ഇതേ കാര്യം പിറ്റേ ആഴ്ചയിൽ പ്രവാചക സഭ വന്നു. 2 അന്യഭാഷ കൂട്ടി അതേ ദൂത് പറയും. നിങ്ങൾ ആരുടെ ദൂത് പിടിക്കും? അതെന്താ പാസ് പിടിക്കാത്തെ? അപ്പൊ കോട്ട സങ്കല്പം അല്ലേ? മനസ്സിലായവർക്കാ സ്തോത്രം. നമ്മൾ പോലും തിരുവല്ല സഭ കേട്ടോ, സങ്കല്പത്തിന്റെ കോട്ട ഇടിഞ്ഞാൽ ഇവിടെ ഗസ്റ്റിന്റെ ആവശ്യം ഇല്ലെന്നേ. നമ്മൾ പോലും അറിയാതെ നമ്മുടെ സഭയുടെ ആത്മീയ പരിധികളെ ഒരു പരിധി വെച്ച് ബന്ധിച്ചിരിക്കുന്ന ആ സങ്കല്പത്തിന് കോട്ടകൾ അഭിഷേകം കൊണ്ട് കൃപയുള്ളവർ അധികാരം അതിനെ ഇടിച്ചുകള, ഇനി അത് വാഴരുത്. അഭിഷേകം പ്രാപിച്ചവർ, അധികാരമുള്ളവർ ഈ രാത്രി ആ കോട്ടകളെ ഇടിച്ചുകള. യേശുവിന്റെ നാമത്തിൽ ഇടിയട്ടെ. ആമേൻ. ഞാനതിന് പറഞ്ഞു പോയോണ്ട് വാക്കോട് പറയാ, അത് തുടങ്ങിയതല്ലേ. ആമേൻ പറഞ്ഞോണം. ഈ ലൈവ് എവിടെ നിന്നാ കണ്ടക്ട് ചെയ്യുന്നേ? എനിക്ക് ഓഡിയോ കട്ട് തരോ? ഓടിച്ചില്ല. ഓക്കെ, പ്ലീസ് ഓഡിയോ മാത്രം.
ചെയ്യുന്നൊരു സ്ഥലമാണ് സങ്കല്പലോകം. ഇമാജിൻ ചെയ്യുക, തോട്ട് വേൾഡിനകത്തേക്ക്, സങ്കല്പ ലോകത്തിലേക്ക് നമ്മൾ പോലും അറിയാതെ പിശാച് തലമുറ എൻ്റർ ചെയ്യിക്കും. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ കേൾക്കുന്ന വചനവും പ്രാപിക്കുന്ന അഭിഷേകവും പ്രാപിച്ച ദൈവശക്തിയും ഈ നാലും കൂടുന്ന സഭാഹോളിനകത്ത് തീരുന്ന അല്ലെന്നേ. അവൻ കൊണ്ടുവരുന്ന സകല മോഹങ്ങളെയും സകല തന്ത്രങ്ങളെയും അവന്റെ സകല വിചാരത്തെയും അവന്റെ സകല സങ്കല്പത്തെ ഇടിക്കാൻ വേണ്ടിയാണ്. ആമേൻ, ആമേൻ. കേട്ടോ 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 കേട്ടോ, ഓടിപ്പോ. ആമേൻ, ആമേൻ, ആമേൻ. സങ്കല്പം വിടുക, സങ്കല്പം, സങ്കല്പം. അടുത്താണ് വിചാരങ്ങൾ. എന്തുവാ വിചാരം? വിചാരം കേൾക്കുമ്പോൾ ചെറിയ വാക്കാ വിചാരം, അല്ലേ? പക്ഷെ ഇത് കോട്ടയാണ്. നീ വിചാരം, അമിത വിചാരം, അമിത വിചാരം ചുമക്കുന്നവർ, അമിത ഭാരം ചുമക്കുന്നവർ ഇനി അത് ചുമക്കരുത്. പ്രാപിച്ച കൃപ കൊണ്ട് ഇടിച്ചു കളയണം. അവിടെ കൊണ്ട് നിർത്തുന്നു. പൗലോസിന്റെ വാക്ക്, അടുത്ത വാക്ക് പറയാം. നമുക്ക് പോരാട്ടമുള്ളതോ അല്ല, പിന്നെ ആരോടാണ്? വാഴ്ചകളോടും. സമയമില്ലാത്തതുകൊണ്ട് പിശാചിനെ ചുരുക്കുക, പോട്ടെ, കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ല. നമുക്ക് പോരാട്ടമുള്ളതോ ജഡരക്തങ്ങളോട് അല്ല, പിന്നെ ആരോട്? പിശാചിനോട്. ഒന്നുകൂടെ, നമുക്ക് പോരാട്ടമുള്ളതോ ജഡരക്തങ്ങളോട്, പിന്നെ ആരോട്? പിശാചിനോട്. സമയമില്ലാത്തതുകൊണ്ടാ. നമുക്ക് പോരാട്ടമുള്ളതോ ജഡരക്തങ്ങളോട്, പിന്നെ ആരോട്? പിശാചിനോട്. ഈ വാക്കിൻ്റെ അർത്ഥം എന്താണ്? വേഗം പറ. നമുക്ക് പോരാട്ടമുള്ളതോ ജഡരക്തങ്ങളോട്. രണ്ട് വെളിപ്പാടുകൾ. ഒന്ന്, ജഡത്തോട് പോരാട്ടമില്ല. രണ്ട്, രക്തത്തോട് പോരാട്ടമില്ല. അല്ലെങ്കിൽ ജഡത്തിൽ രക്തമുള്ളവരോട് പോരാട്ടം ഇല്ല. നമുക്ക് പാസോട് പോരാട്ടം. ആരും മിണ്ടിയില്ല. എന്തുകൊണ്ട്? പാസക്ക് ജഡമുണ്ട്. കമോൺ. രക്തമുണ്ട്. വിശ്വാസികൾ തമ്മിൽ പോരാട്ടം ഇല്ല. എന്തുകൊണ്ട്? ജഡമുണ്ട്, രക്തമുണ്ട്. ഭാര്യയോട് ഭർത്താവിന്, ഭർത്താവിന് ഭാര്യയോട് പോരാട്ടം ഇല്ല. എന്തുകൊണ്ട്? ജഡമുണ്ട്, രക്തമുണ്ട്. മക്കളപ്പ അമ്മ പപ്പാടും അമ്മയോട് പോരാട്ടം കമോൺ ഇല്ല. എന്തുകൊണ്ട്? ജഡമുണ്ട്. അയൽവക്കത്തെ ആൾക്കാരോട് പോരാട്ടം, നെയ്ബറിനോട് പോരാട്ടം. വേഗം പറ. ഇല്ല. എന്തുകൊണ്ട്? അവർക്ക് ജഡമുണ്ട്. കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് പോരാട്ടം ഇല്ല. എന്തുകൊണ്ട്? അവർക്ക് ജഡമുണ്ട്, രക്തമുണ്ട്. കമോൺ. വാക്കിയാണ്, വേണേ കാണാതെ എഴുതും, നോ പ്രോബ്ലം. എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ പോരാട്ടം. വാക്കിയാച്ച ജഡരക്തത്തോട് പോരാട്ടം എഴുതും. വാക്കിയാണ്, കാണാതെ എഴുതാനും അറിയാം. എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ പോരാട്ടം. ഇടയ്ക്കിടയ്ക്ക് പോരാട്ടം ഉണ്ടേ ഓർത്തോണം. ഇപ്പോഴും നമ്മുടെ ദേഹിയുടെ കൺട്രോള് പിശാചിന്റെ കയ്യിലാണ്. തമ്മിലടിക്കാൻ വീര്യം, ജഡത്തോട് ഫൈറ്റ് ചെയ്യാൻ ആവേശം, ഇതുണ്ടെങ്കിൽ കേട്ടോ, ഇപ്പോഴും ദേഹിയുടെ കൺട്രോള്. എൻ്റെ ചോദ്യം സഭ കേട്ടോണം. ഇവിടുത്തെ പിശാചിനോട് ആര് പോരാടും? ബാക്കി എന്താ പറഞ്ഞേ? നമുക്ക് പോരാട്ടമുള്ളതോ ജഡരക്തത്തോട് അല്ല, പിന്നാരോട്? പിശാചിനോട്. സഭ കേട്ടോ, പിശാചിനോട് ആര് പോരാടും? ഈ വാക്യത്തിൽ പറയട്ടെ, ജഡരക്തങ്ങളോട് പോരാട്ടം അവസാനിപ്പിച്ചവർക്കും മാത്രമേ. വെളിപ്പെട്ടവർക്കായി സ്തോത്രം. നിങ്ങൾ എന്ന് ജഡത്തോട് പോരാട്ടം നിർത്തുമോ അന്ന് പിശാചിനോട് പോരാടാൻ നമ്മുടെ മേൽ അധികാരം വ്യാപരിക്കുക. വാഴ്ചകളെ വേട്ട പഴകിയ പൈശാചിക കോട്ടയോട് പോരാടാൻ അധികാരം യേശുവിന്റെ നാമത്തിൽ. ഇവിടെ എന്താ വിഷയം? ഇവിടെ വിഷയം ജഡത്തോടും പോരാട്ടം, പിശാചിനോടും പോരാട്ടം. വെട്ടി വാളിന്റെ വായ്ത്തല പോകുന്ന അല്ലാതെ തിരുവല്ലയിലെ പിശാചിനെ ഏൽക്കത്തില്ല. പിശാചിനോട് പോരാടണോ? ജഡരക്തത്തോട് പോരാട്ടം നിർത്തണം. പച്ച മലയാളം പറയാം, തമ്മിലടി അവസാനിപ്പിക്കണം. ഒന്നുകൂടെ പറയണോ? ദേഹിയിൽ രൂപാന്തരം ഉണ്ടാകണം. ദേഹി വിടുവിക്കപ്പെട്ടാൽ നമ്മൾ പോലും അറിയാതെ ഒരധികാരം നമ്മുടെ മേൽ ആക്റ്റീവാകുകയാണ്. ഈ ദേശം ഭരിക്കുന്ന, കുടുംബങ്ങളെ അടക്കി ഭരിക്കുന്ന പഴകിയ പൈശാചിക കോട്ടകളെ വെട്ടാൻ അധികാരം
അത് പ്രാപിച്ചോ പ്രാപിച്ചോ. എനിക്ക് ഉറപ്പുണ്ട് ഈ രാത്രി അധികാരങ്ങൾ ചലിക്കാൻ പോവാണ്. നമ്മുടെ കുടുംബത്തെ ഭരിച്ചത്, നമ്മുടെ തലമുറയെ തകർത്ത് ചില പഴകിയ പൈശാചിക കോട്ടകളെ വെട്ടാൻ അധികാരം അധികാരം അധികാരം. പണ്ട് വാര്യാപുരം യോനാച്ചൻ എന്ന് പറഞ്ഞ ദൈവമനുഷ്യൻ പറഞ്ഞൊരു ഒരു പ്രവചന ഭാഷയുണ്ട്. ഞാൻ കേട്ടിട്ടില്ല കണ്ടിട്ടുമില്ല. ഒരു പാസ്റ്റർ പറഞ്ഞു തന്നതാണ്. വാര്യാപുരം യോനാച്ചൻ ദൈവമനുഷ്യൻ പ്രവചിക്കുന്നൊരു പ്രവചന റൂട്ടുണ്ടായിരുന്നു പറഞ്ഞു, ഒരു സ്റ്റൈലുണ്ടായിരുന്നു, ഒരു ഭാഷയുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ആ ദൈവമനുഷ്യൻ പണ്ട് പറഞ്ഞ വാക്കാണ് ആനക്കെറിഞ്ഞിട്ട് വാഴയ്ക്ക് മറയല്ലെന്ന്. കേട്ടിട്ടുണ്ടോ അത്? ഇപ്പം കേട്ടോ, അത് മതി. ആനക്കെറിഞ്ഞിട്ട് എല്ലാ യോഗം വെച്ച് കല്ല് പറക്കി തിരുവല്ലയിലെ ആനയ്ക്കട്ട് ഏറോടേറ് ഏറുകൊണ്ട് ആന എഴുന്നേൽക്കും. നമ്മൾ മറയുന്നത് വാഴയ്ക്ക്. ആന വന്ന് വാഴ മറിക്കും, നമ്മളെ മറിക്കും. വെച്ച വെട്ടണോ? വാഴ്ചകളെ വെട്ടണോ? കർത്തൃത്വങ്ങളെ വെട്ടണോ? ഒറ്റ കാര്യം, ജഡരക്തത്തോട് പോരാട്ടം നടത്തണം. എന്താ ഈ ദൂതിന്റെ ആഴം? നമ്മുടെ ദേഹിയുടെ മേൽ രൂപാന്തരം ഉണ്ടാകുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ മേൽ അധികാരങ്ങൾ ചലിക്കാൻ പോവാണ്. ഈ രാത്രി കേട്ടോ, ഈ സഭയുടെ മേൽ, ഈ കുടുംബങ്ങളുടെ മേൽ, ഈ ദൈവമക്കളുടെ മേൽ ഇന്ന് രാത്രി അധികാരങ്ങളുടെ കൈമാറ്റം നടക്കുന്നുണ്ട്. അത് പ്രാപിച്ചോ പ്രാപിച്ചോ പ്രാപിച്ചോ. യേശുവിന്റെ നാമത്തിൽ വാഴ്ചകളെ വെട്ടാൻ, പൈശാചിക കോട്ടകളെ ജയിപ്പാൻ, അന്ധകാര ശക്തിയെ ജയിപ്പാൻ, പാമ്പുകളെ തേളുകളെ ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ട് ഒരധികാരത്തിലെ കൈമാറ്റ. അത് പ്രാപിച്ചോ 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 യേശുവിന്റെ നാമത്തിൽ. അധികാരങ്ങൾ ആക്റ്റീവാകട്ടെ, അധികാരങ്ങൾ ആക്റ്റീവാകട്ടെ, അധികാരങ്ങൾ ആക്റ്റീവാകട്ടെ, അധികാരങ്ങൾ ആക്റ്റീവാകട്ടെ. നിങ്ങൾ രാവിലെ തൊട്ട് ഒറ്റ ദൂത് കേൾക്കുകയല്ലേ? ഇപ്പം 2-3 മണിക്കൂറായില്ലേ? ഒറ്റ ദൂത്. ദേഹിലെ വിടുതൽ, ദേഹിലെ വിടുതൽ, ദേഹിലെ രൂപാന്തരം, ദേഹിലെ മാറ്റം കേൾക്കുകയല്ലേ? മൈ ഗാഡ്, നിങ്ങൾ കേട്ടോ? നമ്മുടെ ദേഹിക്കകത്ത് ചിലതൊക്കെ അഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ ആത്മാവിന്റെ മേൽ അധികാരം ചലിക്കാൻ പോവാണ്. ഇന്ന് രാത്രി നമ്മുടെ കുടുംബത്തെ ഭരിച്ചില പൈശാചിക കോട്ടയെ വെട്ടാൻ വേറെ ആരും വേണ്ടെന്നേ ഈ സഭയുടെ മേൽ ഇന്ന് രാത്രി മുതൽ എനിക്ക് ഉറപ്പുണ്ട്. ഈ ദൂത് പറയുമ്പോ തന്നെ ആരുടെയൊക്കെ മേൽ അധികാരങ്ങൾ ചലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് പ്രാപിച്ചോ പ്രാപിച്ചോ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. കുടുംബത്തിൽ അസ്ഥി സംബന്ധ രോഗമിട്ട വ്യാപാരത്തെ വെട്ടാൻ അധികാരം വ്യാപരിക്കുക. അത് പ്രാപിച്ചോ 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 പ്രാപിച്ചോ. അധികാരങ്ങളുടെ കൈമാറ്റം, അധികാരങ്ങളുടെ കൈമാറ്റം, അധികാരങ്ങളുടെ കൈമാറ്റം, അധികാരങ്ങളുടെ കൈമാറ്റം. കരമടിച്ചോ, കരം ഉയർത്തിയോ. ഈ രാത്രി സ്തോത്രം പറഞ്ഞോ. വാഴ്ചകളെ, ചില കർത്തൃത്വങ്ങളെ, ചില പൈശാചിക കോട്ടകളെ ജയിപ്പാൻ അധികാരങ്ങൾ ചലിക്കട്ടെ, അധികാരങ്ങൾ ചലിക്കട്ടെ, അധികാരങ്ങൾ ചലിക്കട്ടെ, അധികാരങ്ങൾ ചലിക്കട്ടെ. ഈ രാത്രി മുതൽ അധികാരങ്ങൾ ആക്റ്റീവാകുക. നിങ്ങളുടെ മേൽ വന്നു വീണ അധികാരങ്ങൾ ഇന്ന് രാത്രി മുതൽ ആക്റ്റീവാകുക, ചലിക്കുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. പലതും അഴിയാൻ തുടങ്ങുമ്പോൾ ചിലതൊക്കെ ആക്റ്റീവ് ആവുക. ഒരു സ്തോത്രം പറയണം. ഇവിടെ ഇരിക്കാൻ തിരുവല്ല സഭ കേട്ടോ, നമ്മുടെ മേലെല്ലാം ആത്മാവിന് ഇരട്ടി അധികാരം വന്നു വീണിട്ടുണ്ടച്ച. ഇതുവരെ അത് പുറത്തു വന്നില്ലെങ്കിൽ അതിനെ തടഞ്ഞത് ദേഹിയാണ്, ദേഹിയാണ്, ദേഹിയാണ്. ചിലതൊക്കെ അഴിയാൻ തുടങ്ങുമ്പോൾ ചിലതൊക്കെ ആക്റ്റീവാകാൻ തുടങ്ങും.
എൻ്റെ പ്രത്യാശ പറയും, ഇന്ന് രാത്രി മടങ്ങി വീട്ടിൽ ചെന്ന് കയറുമ്പോൾ കാലങ്ങളായി കുടുംബത്തെ അടക്കി ഭരിച്ച പൈശാചിക കോട്ടകൾ ഈ രാത്രി അഴിയാൻ പോവാണ്. സന്തോഷം ഇല്ലാതാക്കിയ, സമാധാനം ഇല്ലാതാക്കിയ, എൻ്റെ കുടുംബത്തിൽ മാറി മാറി രോഗമിട്ട് ചില പൈശാചിക കോട്ടകൾ നിങ്ങൾ മടങ്ങി കാലുകുത്തുമ്പോൾ തന്നെ ദൂതെ പിടിച്ചോ, നിങ്ങളുടെ മേൽ അധികാരം ചെലുക്കുക. ദേഹി വിടുവിക്കപ്പെട്ട സഭയുടെ മേൽ ഒരധികാരത്തിലെ പകർച്ച. Thank you Jesus, thank you Jesus. Laba zaitama lakama zaitalaria hadaga dhamana hadalla dhamana 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 hagadala dia. നീ കാലുകുത്തിയത് ഇളകാൻ പോവാണ്, നീ കൈവച്ചത് അഴിയാൻ പോവാണ്. ജയം. ഓടിപ്പോകാം. ആത്മാവിൽ ഒരാളെ ചലിക്കുമെന്നും ആത്മാവിൽ ഒരാളെ മൂവ് ചെയ്യുമെന്നും ആത്മാവിൽ ഒരാളെ ജീവിക്കുമെന്നും പിശാചിനെ പിടികിട്ടിയാൽ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ, നമ്മളെ തോൽപ്പിക്കാൻ, നമ്മളെ പരാജയപ്പെടുത്തി കളയാൻ പിശാച് പിടിക്കുന്ന സ്ഥലം നമ്മുടെ ദേഹിയാണ്. നിങ്ങൾ ചെവി തുറന്ന് കേട്ടോ. അത് നിങ്ങൾ ആത്മാവിൽ മൂവ് ചെയ്യുമെന്നും ആത്മാവിൽ ചലിക്കുമെന്നും ആത്മാവിൽ ശുശ്രൂഷിക്കുമെന്നും പിശാചിനെ പിടികിട്ടിയാൽ നമ്മളെ പരാജയപ്പെടുത്തണമെങ്കിൽ അവൻ പിടിക്കുന്നത് നമ്മുടെ ദേഹത്തെ അല്ല. കാരണം ദേഹത്തെ പിടിച്ചാൽ ഒരാത്മീയൻ തോൽക്കത്തില്ല. തോൽക്കുമായിരുന്നെങ്കിൽ ഇന്ന് രാത്രി യോഗത്തിന് വരത്തില്ലായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ദേഹത്തിൽ 100 രോഗം വെച്ചോണ്ടാച്ചാ. മണിക്കൂറുകൾ ചേരെ ഇരിക്കാൻ കഴിയാത്ത ക്ഷീണത്തോടെയും ഭാരത്തോടെയുമാണ് നിങ്ങൾ ഇന്ന് രാത്രിയോട് വന്നിരിക്കുന്നത്. അതിനെ ജീവിക്കുന്ന തെളിവാണ് നമ്മൾ. എൻ്റെ ദേഹത്തെ കെട്ടിയാൽ, രോഗം കൊണ്ട് ദേഹത്തെ ബന്ധിച്ചാൽ നമ്മുടെ പ്രാർത്ഥന കുറയത്തില്ല, ആരാധന കുറയത്തില്ല, ശുശ്രൂഷ കുറയത്തില്ല, വെളിപ്പാട് കുറയത്തില്ല. ഇപ്പോൾ പിശാച് അറ്റാക്ക് ചെയ്യുന്നത് നമ്മുടെ ദേഹി അറ്റാക്ക്. ഓടിപ്പോകാം, വേദപുസ്തകത്തിൽ കയറാൻ പോവാം. ഏദൻ തോട്ടം. എന്താണ് ഏദൻ തോട്ടം? ആദമിനെ ഹവ്വയെ നിർമ്മിച്ചാക്കിയ സ്ഥലമാണ് ഏദൻ തോട്ടം. ആരാണ് ആദം ഹവ്വ ദമ്പതിമാർ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഇവര് ദൈവത്തിൻ്റെ മനുഷ്യരെ നിർമ്മിക്കപ്പെട്ടെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച ഒരു കാര്യം പിടികിട്ടും. ഈ ഏദനിൽ പറക്കുന്ന ആദം ഹവ്വയും ചെറിയ ആൾക്കാരൊന്നും അല്ലെന്നേ. അവരുടെ ദേഹത്തിൽ അധികാരമുണ്ട്. എന്താ ബൈബിൾ വാക്ക്? സകലത്തെ വാഴാൻ. ദേഹത്തിൽ അധികാരം നിറഞ്ഞവർ, ദേഹിയിൽ അസാമാന്യ ജ്ഞാനത്താൽ നിറഞ്ഞവർ, ആത്മാവിൽ ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലും, ദൈവ മുഖത്തേക്ക് നോക്കും, അവിടുന്ന് ശബ്ദം കേൾക്കും. നിങ്ങൾക്ക് അത്ഭുതം തോന്നിയില്ലല്ലേ? ദൂതന്മാർ 2 കൊണ്ട് പാദം മറച്ച, 2 കൊണ്ട് മുഖം മറച്ച, 2 കൊണ്ട് ശരം, ദൂതന്മാർക്ക് നോക്കാൻ കഴിയാത്ത ദൈവത്തെ അടുത്ത് ചെല്ലുവച്ച തിരുമുഖത്തേക്ക് നോക്കും, അവിടുന്ന് ശബ്ദം കേൾക്കും. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? പിശാചിനെ കണ്ടിട്ട് സഹിക്കാൻ മേല. ഒരു കുടുംബം ദേഹത്തിൽ, ദേഹിയിൽ, ആത്മാവിൽ അധികാരത്തിൽ ജീവിക്കുന്നു, കൂട്ടായ്മ ജീവിക്കുന്നു. ബൈബിളിൽ ഒരു വാക്ക് കിടപ്പുണ്ട്, തേജസ്സിന്റെ മകുടം അവരെ അണിയിച്ചിരിക്കുന്നു. ഒറ്റ ദൂത് അവിടെ നിന്ന് പറയാം. ദേഹത്തിന് വേണ്ടിയത്, ദേഹിക്ക് വേണ്ടിയത്, ആത്മാവിന് വേണ്ടിയത് കരുതിയിട്ടാണ് മനുഷ്യനെ ഭൂമിയിൽ കർത്താവ് നിർമ്മിച്ചത്. ഒരു സ്തോത്രം പറയണം. ദേഹത്തിന് വേണ്ടി സകല വൃക്ഷത്തിന്റെ ഫലം കഴിക്കാം. ദേഹിക്ക് വേണ്ടി നന്മ തിന്മകളെ കുറിച്ചുള്ള തിരിച്ചറിവിന്റെ വൃക്ഷഫലം, ആത്മാവിന് വേണ്ടി ജീവന്റെ വൃക്ഷഫലം കഴിക്കാൻ പറയുന്നില്ലെങ്കിലും കർത്താവ് കരുതി വെച്ചായിരുന്നു. ഇന്ന് രാത്രി ദൂത് പറയാം, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ഉടയതമ്പരനുണ്ടെന്നേ. നാളെ പറ്റി ഓർത്ത് വിചാരപ്പെടേണ്ട, തലമുറയോർത്ത് ഭാരപ്പെടേണ്ട, ഭാവിയോർത്ത് സങ്കടപ്പെടേണ്ട. നിനക്ക് വേണ്ടി കരുതുന്ന കർത്താവുണ്ടെന്ന്. കേട്ടോ 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 കേട്ടോ. അധികാരത്തിന്റെ മകുടമണിഞ്ഞവരായി, ദേഹത്തിലും ദേഹിയിലും ആത്മാവിലും തേജസ്സിന്റെ മഹത്വം പ്രാപിച്ചവരായി ഒരു കുടുംബം ഏതനിൽ പാർക്കുന്നു. പിശാചിന് സഹിക്കാൻ മേല. അവനങ്ങ് അസൂയ തോന്നി. കാര്യം ദേഹത്തിലും ദേഹിയിലും ആത്മാവിലും പൂർണ്ണമായി കൃപ പ്രാപിച്ച ഒരു കുടുംബം പിശാചങ്ങ് കൂടെ നടന്നു. എന്തിനു വേണ്ടിയെന്നറിയാമോ? ഈ ബന്ധം പൊളിക്കണം. ദേഹത്തിലെ
ദേഹിയിലെ ആത്മാവിലെ ഈ കൂട്ടായ്മ പൊളിക്കണം. കാലങ്ങളോളം നടന്നു. ഇങ്ങനെ നടന്ന പിശാചിനെ പിടികിട്ടി ഇവനെ പൊളിക്കാൻ പറ്റും. ദേഹത്തിൽ അധികാരമുണ്ട്, ദേഹിയിൽ ജ്ഞാനമുണ്ട്, ആത്മാവിൽ ദൈവത്തോട് ബന്ധമൊക്കെയൊക്കെയാണ്. തേജസ്സിന് മകുടം ദേഹത്തിലും ദേഹിലും ആത്മാവിലൊക്കെ ഉണ്ട്. പക്ഷെ ഇവരെ പൊളിക്കാൻ പറ്റും. കാലങ്ങളോളം പിശാചി ഗവേഷണം നടത്തി പിടികിട്ടി ഇവനെ തകർക്കാം. ഒറ്റവാക്കി പറയാം, അധികാരമുള്ളവർ തോറ്റുപോയി, പിശാചി ജയിച്ചു. എങ്ങനെ ജയിച്ചു? ഇതിൻ്റെ വെളിപ്പാട് വാക്ക് പുതിയ നിയമത്തിൽ കിടപ്പുണ്ട്. ദേഹത്തിൽ ദേഹിൽ ആത്മാവിൽ അധികാരമുള്ളവർ തോറ്റു. എങ്ങനെ തോറ്റെന്ന് ചോദിച്ചാൽ പുതിയ നിയമത്തിൽ വെളിപ്പാട് വാക്ക് കിടപ്പുണ്ട്. ആ വാക്കിങ്ങനെയാണ്: മോഹം ഗർഭം ധരിച്ച്. മോഹം, കമാൺ, മോഹം, മോഹം, മോഹം. അച്ഛാ, നമ്മുടെ പ്രസംഗത്തിൽ പറഞ്ഞാൽ ഈ മോഹം ജനിച്ചത് ദേഹിക്കകത്താണ്. അധികാരത്തിന്റെ പൂർണ്ണതയിൽ തേജസ്സിന്റെ മകുടം പ്രാപിച്ചവരായി ജീവിച്ച ആൾക്കാരെ പൊളിക്കാൻ പിശാച് ഉപയോഗിച്ച സ്ഥലം അവരുടെ ദേഹിയാണ്. ദേഹി വഴി കൃപയുള്ളവരെ പിശാച് തകർത്തു. ദേഹി വഴി അധികാരമുള്ളവരെ പിശാച് തകർത്തു. ഇന്ന് രാത്രി പിശാച് കേട്ടോ, ഒരു തലമുറയെ ഏതൊരു പിശാച് നീ തകർത്താൽ പുതിയ നിയമസഭയെ തൊടാൻ കഴിയത്തില്ല. കാരണം നിന്റെ സകല തന്ത്രങ്ങളെ തിരിച്ചറിയാൻ ഒരു ദൈവ കൃപയുടെ വ്യാപാരം. ആമേൻ. കേട്ടോ കേട്ടോ കേട്ടോ. ആരാധിക്കുന്നവരെയും പ്രാർത്ഥിച്ചവരെയും പ്രസംഗിച്ചവരെയും പ്രവചിച്ചവരെയും ഇവിടെ തോൽപ്പിച്ചു കളയാൻ പിശാച് പിടിച്ചത് അവരുടെ ദേഹിയാണ്. തോറ്റുപോയ ആയിരങ്ങൾ നമുക്ക് മുമ്പിൽ അടയാളമായി നിൽക്കുകയാണ്. കൃപയിലോടിയവർ, അഭിഷേകത്തിൽ പ്രസംഗിച്ചവർ, അഭിഷേകത്തിൽ വെളിപ്പാട് പറഞ്ഞവർ, ആരാധിച്ചവർ, അന്യഭാഷ പറഞ്ഞവർ ഇവിടെ തോറ്റുപോയി. എങ്ങനെ തോറ്റു? അവര് പോലും അറിയാതെ അവരുടെ ദേഹിയെ പിശാച് പിടിമുറുക്കി. ഓഹോ, ഇന്ന് രാത്രി പിശാച് കേൾക്കപ്പറ, ഇന്നലെ വരെ തോൽപ്പിക്കാൻ പറ്റും പിശാചെ, ഇന്ന് രാത്രി മുതൽ ഇനി നടക്കത്തില്ല, ഇനി നടക്കത്തില്ല. അഭിഷേകമുള്ള, കൃപയുള്ള, അധികാരമുള്ള എന്നെ തോൽപ്പിക്കാൻ പിശാചെ ഇനി സാധ്യമല്ല. ഓഹോ, റമ സഖലയ ധരയ. ജയിക്കുന്ന അഭിഷേകം, നമ്മളെ ജയിക്കുന്ന ആത്മശക്തി. ഉടകബദല ഘടകചകല റഗഡമദല ഹന്തൽ മനാദിയ. സമ റബദലയ ലബഡയ സദലബിയ ലഹഡയ. ആമേൻ. വേദപുസ്തകം കണ്ട അസാധാരണ പ്രവാചകൻ ഒറ്റ ദൂത് പറഞ്ഞു, ഒരു രാജ്യം പറച്ചുപോയി. ഒറ്റ ദൂത് കേട്ട് രാജാവ് പറച്ചുപോയി. രാജാവിൻ്റെ ഇരിപ്പിടം ഇളകിപ്പോയി. ഒരു കാലഘട്ടം നിലച്ചു. ഒറ്റ ദൂത് പറഞ്ഞു. ആ മനുഷ്യന്റെ ബൈബിൾ പേര് ഏലിയാവ് എന്നാണ്. ഇടിവാള് പോലെ കൊട്ടാരത്തിൽ വന്നു കയറി നെഞ്ച് വിരിച്ച് തല ഉയർത്തി ഒറ്റ ദൂത്. ദൂത് കേട്ട നാട് കിടുങ്ങിപ്പോയി. ഒരു നാടിനെ വിറപ്പിച്ച പ്രവാചകൻ താളൊന്നു മറിച്ചേ. ആരോ ഒളിച്ചിരിക്കുന്ന കണ്ടോ? ഓടിച്ചല്ല, അച്ഛാ നിങ്ങളുടെ പേര് ഏലിയാവ് എന്നാണോ? ആ മനുഷ്യൻ പറഞ്ഞു, ഞാനാണ് ഏലിയാവ്. എൻ്റെ പൊന്നേലിയാവ് അച്ഛാ, നിങ്ങളെ കാണാനിരിക്കുകയാണ്. എന്നാ ദൂതാച്ച, എന്നാ മിനിസ്ട്രിയാച്ച, എന്നാ പ്രവചനാച്ച. ഉയ്യോ, അസാധാരണ ശുശ്രൂഷയാച്ച. ഇപ്പം എന്നെ പറ്റിയച്ച, കഴിഞ്ഞ അധ്യായത്തിൽ നിങ്ങൾ തീപ്പൊരി പ്രവാചകനാച്ച, ഈ അധ്യായത്തിൽ നിങ്ങൾ തോറ്റുപോയ പ്രവാചകനാച്ച. എന്തു പറ്റി ഏലിയാവേ? തോറ്റുപോയോ? ഏലിയാവ് ശബ്ദം താഴ്ത്തി പറയും, രാഹുൽ ഞാൻ തോറ്റുപോയി. അച്ഛാ, തോറ്റ വഴി മനസ്സിലായോ? ഏലിയാ പറയും, ഒരു സ്ത്രീ പറഞ്ഞു നാളെ ഈ നേരം ആകുമ്പോ എന്നെ കൊന്നുകളയുമെന്ന്. അച്ഛാ, ഞാൻ ദൂത് പറയട്ടെ, നിങ്ങൾക്ക് മേൽ പ്രവചനമുണ്ട്, നിങ്ങൾക്ക് ശുശ്രൂഷയോടൊന്ന് പിശാച് പിടികിട്ടി. പക്ഷെ നിങ്ങളെ ഒതുക്കാൻ വാക്കുകൾ കൊണ്ട് നിങ്ങളുടെ ദേഹിയെ ഭയപ്പെടുത്തിയാൽ, ദേഹിയെ മുറിച്ചാൽ നിങ്ങൾ ഒതുങ്ങുവെന്ന് പിശാചിന് മനസ്സിലായി. ഉപയോഗിക്കുന്നവരെ, ഉപയോഗിക്കപ്പെടുന്നവരെ, ആരാധിക്കുന്നവരെ, പ്രസംഗിക്കുന്നവരെ, പ്രവചിക്കുന്നവരെ വാക്കുകൊണ്ട് ഒതുക്കുന്ന സകല വ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി അഴിഞ്ഞു പോകട്ടെ.
വാക്ക് കേട്ട് ഒതുങ്ങിയവർ, വാക്ക് കേട്ട് തോറ്റുപോയവർ, വാക്ക് കേട്ട് മടുത്തവർ ഈ ദൂതൻ പിടിച്ചു കയറിക്കോ. ഇനി ഒതുങ്ങരുത്, ഇനി തോൽക്കരുത്. ഇനി ഒതുങ്ങരുത്, ഇനി ഒതുങ്ങരുത്, ഇനി ഒതുങ്ങരുത്. നിങ്ങൾ ആരാധിക്കുമെന്നും നമ്മൾ പ്രവചിക്കുമെന്നും നമ്മൾ പ്രസംഗിക്കുമെന്നും പിശാച് പിടികിട്ടിയാൽ, ഞാൻ ഈ ദൂത് പറയുമ്പോഴും അവൻ ഉപയോഗിക്കുന്ന തന്ത്രമാണ് വാക്കുകൾ കൊണ്ട് നമ്മുടെ ദേഹിയെ മുറിക്കും. പലരും തോറ്റുപോയത് രോഗമുള്ളതുകൊണ്ട് അല്ലച്ചാ, ദേഹിയിലെ മുറിവുകൾ കൊണ്ടാണ്. ആരാധിച്ച പലരും എന്തേ ആരാധിക്കാത്തെ? പ്രാർത്ഥിച്ച പലരും എന്തേ പ്രാർത്ഥിക്കാത്തെ? പ്രസംഗിച്ച പലരും എന്തേ പ്രസംഗിക്കാത്തെ? ശക്തമായി പ്രവചിച്ച പലരും എന്തേ പ്രവചിക്കാത്തെ? ദേഹിക്കകത്തുണ്ടായ മുറിവുകളാണ്. കൃപയുള്ളവനെ ഒതുക്കുന്ന വാക്കുകൾ, ആരാധിക്കുന്നവരെ ഒതുക്കുന്ന വാക്കുകൾ. എന്നോട് 7 രാത്രി സ്വർഗം പറയാ, ആദ്യം ഇന്ന് രാത്രി അഴിയാൻ പോവാ. ആരെങ്കിലും അടുത്തു പോയിട്ടുണ്ടെങ്കിൽ ദൂതൻ പിടിച്ചു കയറിക്കോണം. ആരെങ്കിലും വാക്ക് കേട്ട് ഒതുങ്ങിയിട്ടുണ്ടെങ്കിൽ ചൂരച്ചെടി നിനക്കുള്ളതല്ലെന്ന് എഴുതി നൽകുക. ദേഹിക്കകത്ത മുറിവുകൾ, ദേഹിക്കകത്ത മുറിവുകൾ, ദേഹിക്കകത്ത മുറിവുകൾ. ഇനി ഒതുങ്ങരുത്, ഇനി തോറ്റുപോകല, ഇനി മടുക്കരുത്. മുറിവുകളാണ് പലരും തോറ്റുപോയത്. മുറിവുകളാണ് പലരും ഒതുങ്ങിപ്പോയത്. വാക്കുകൊണ്ടുണ്ടായ മുറിവുകൾ. രക്തം ജയം, രക്തം ജയം. നിങ്ങൾ കേട്ടോ, സോറി, നമ്മൾ കേട്ടോ. നമ്മൾ ശുശ്രൂഷിക്കുമെന്ന് പിശാചിന് പിടികിട്ടിയാൽ അവൻ പുറകെ വരും, വാക്കുകൊണ്ട് മുറിക്കും. ആരെ കൊണ്ട് മുറിച്ചാൽ മുറിയെന്ന് പിശാചിന് നന്നായിട്ടറിയുന്ന ദിവസനെ അവരെ കൊണ്ട് മാത്രമേ മുറിക്കുകയുള്ളൂ. ഒരു സ്തോത്രം പറയണം. രാഹുൽ പാസ് മുറിച്ചാൽ മുറിയില്ല. നിങ്ങൾ സ്നേഹിച്ചവർ മുറിക്കണം, നിങ്ങളുടെ കൂടപ്പറപ്പങ്ങൾ മുറിക്കണം, നിങ്ങളുടെ സ്വന്തക്കാർ മുറിക്കണം. ദാവീദിന്റെ വാക്കെന്ത്? ഞാൻ അപ്പം കൊടുത്തവർ എൻ്റെ കുതികാല് വെട്ടിയെന്ന്. അവരെ ഇന്ന് രാത്രി ഞാൻ ഈ ദൂത് പറയുമ്പോൾ ദേഹിക്കകത്ത് ഭയങ്കര സൗഖ്യം കർത്താവ് ചെയ്യാണ്. ഒരാന്തരിക സൗഖ്യം, ഒരു ഇന്നർ ഹീലിംഗ് യേശുവിന്റെ നാമത്തിൽ. കാലങ്ങളായി വാക്കുകളുണ്ടായ മുറിവുകൾ ഈ രാത്രി സൗഖ്യമാകട്ടെ. 7 രാത്രി ഒരു ഇന്നർ ഹീലിംഗ്, ഒരാന്തരിക സൗഖ്യം വ്യാപരിക്കുക. ഒരു സൗഖ്യം വ്യാപരിക്കട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ, ഒരു സൗഖ്യം വ്യാപരിക്കട്ടെ, ഒരു സൗഖ്യം വ്യാപരിക്കട്ടെ. ഒരാന്തരിക സൗഖ്യം ദേഹിക്കകത്തുണ്ടായ സകല മുറിവുകളെ സൗഖ്യമാക്കുന്നു. എൻ്റെ ഒരു അനുഭവം പറയാം, എൻ്റെ അനുഭവം പറയാം. 1-2 വർഷം പറയുകയും ഞാൻ ഒരു യോഗത്തിൽ പ്രസംഗിക്കാൻ പോയി. ചർച്ച എറണാകുളം, ചർച്ച ലവ് ഫീസ്റ്റ്, പാസ്റ്റർ ജെഫ്രി, ചർച്ച് പാലാരിവട്ടത്ത്. എൻ്റെ അടുത്ത സുഹൃത്താണ് ജെഫ്രി പാസ്റ്റർ. ഞാൻ വർഷങ്ങളോളം വിസിറ്റ് ചെയ്യുന്ന ചർച്ചാണ്. ഞാൻ അടുത്തിടയ്ക്കും പോയിരുന്നു. കുറച്ച് നാൾ പുറകെ ഞാൻ പ്രസംഗിക്കാൻ പോയി. ഞാൻ പ്രസംഗിച്ചു. ഒരു ഇൻഡിപെൻഡൻറ്റ് ചർച്ചാണ്. അവർക്കൊരു ദൂത് വെളിപ്പെട്ടാൽ അവർ ചാടി എഴുന്നേൽക്കും, നിന്നാ പിന്നെ ആരാധിക്കുന്നത്. ഓക്കെ, ഞാൻ പ്രസംഗിച്ചു, അവർ ദൂതിനെ പിടിച്ചു, അവർ ആരാധിക്കാൻ തുടങ്ങി. ഞാനും മൈക്കിക്കടി അന്യഭാഷ പറഞ്ഞു. ആരോ യൂട്യൂബിൽ നിന്ന് ഞാൻ അന്യഭാഷ പറയുന്ന ഭാഗം മാത്രം കട്ട് ചെയ്തു, എന്നിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. നിങ്ങൾ കണ്ടായിരുന്നു? നിങ്ങൾ നല്ല വിശ്വാസമല്ലേ? വെരി ഗുഡ്. പ്രസംഗമില്ല, കുറുവാക്കിയില്ല, ഒന്നുമില്ല, അന്യഭാഷ മാത്രം, അന്യഭാഷ മാത്രം. നമ്മുടെ ആൾക്കാരല്ലേ, ഒരാളെ ഇങ്ങോട്ട് കിട്ടാനിരുന്നു. കമൻറ്റോട് കമൻ്റായിരുന്നു. നോ പ്രോബ്ലം. ജാതികൾ അന്യഭാഷ വിമർശിക്കണം, വിമർശിക്കും, കുഴപ്പമില്ല. നിങ്ങൾക്ക് പിടികിട്ടിയോ? ഞാൻ ഇത്രയും മണിക്കൂറായിട്ട് ഒറ്റ ദൂത് പ്രസംഗിക്കുക, നാടവാക്കി പറഞ്ഞ കാട് കയറിട്ടില്ല.
എൻ്റെ ദൂതിന് പുറത്തു വരും. വാക്യം പറഞ്ഞിട്ടില്ല. ഇത്രയും വചനത്തോട് ആധികാരികത പുലർത്തുന്ന ഒരാളാണ് ഞാൻ. പ്രസംഗിയില്ല, കുറുവാക്കിയില്ല, അന്യഭാഷ മാത്രം. ആൾക്കാർ കമൻ്റ് എഴുതാൻ തുടങ്ങി. അച്ഛാ, ഏറ്റവും വലിയ കമൻ്റ് എഴുതി വെച്ചത് നമ്മളെ സ്നേഹിച്ചവർ തന്നെയാണ്. അന്യഭാഷ പറയുന്നവരൊക്കെ തന്നെ ഏറ്റവും വലിയ കമൻ്റ് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ അവർക്കറിയാം രാഹുൽ പാസ് എന്തുവരെ പ്രസംഗിക്കും, രാഹുൽ പാസ് എങ്ങനെ പ്രസംഗിക്കും, എല്ലാം അറിയാം. എന്നിട്ടും കമൻ്റ് എഴുതി വെച്ചു. 2 ദിവസം ഞാൻ മുറിക്കകത്ത് കയറിയിരുന്നു. മുറി അടച്ചിട്ട് കരയാൻ തുടങ്ങി. കർത്താവേ, ഇനി പ്രസംഗിക്കത്തില്ലപ്പാ, ഇനി അന്യഭാഷ പറയില്ലപ്പാ, ആരെയും ലേഖനങ്ങൾ പഠിപ്പിക്കില്ലപ്പാ. കരയാൻ തുടങ്ങി. 2 രാത്രി നിർത്താതെ ഞാൻ കരഞ്ഞു. ആരും വിളിച്ചാൽ ഫോൺ എടുക്കില്ല. ഇരുള് മൂടിയ 2 രാത്രികൾ, 2 പകലുകൾ. ഒരു രാത്രി എന്നോട് തമ്പുരാൻ പറഞ്ഞു, മോനെ, നിന്നെ പിശാച് തോൽപ്പിക്കും. നിന്നെ പിശാച് തോൽപ്പിക്കാൻ നിന്റെ ദേഹിയെ മുറിച്ചുകൊണ്ടാണ്. അന്ന് രാത്രി ചീട്ടുകൊട്ടാരം പൊളിക്കുന്ന പോലെ ഞാൻ അതിനെ പൊളിച്ചു കളഞ്ഞു. ഇനി ഒതുങ്ങരുത്. മനുഷ്യന്റെ വാക്ക് കേട്ട് ഒതുങ്ങരുത്. കൂടപ്പിറപ്പിന്റെ വാക്ക് കേട്ട് ഒതുങ്ങരുത്. പിശാചെ, തെറ്റിപ്പോയി. നീ ഓർത്തോ, ഞങ്ങളുടെ പ്രാർത്ഥന കുറയുമെന്ന്, ഞങ്ങളുടെ ആരാധന കുറയുന്ന ഓർത്തോ. പിശാചെ, തെറ്റിപ്പോയി. ഇനി പ്രാർത്ഥന കുറയരുത്, ആരാധന കുറയരുത്, ശുശ്രൂഷ കുറയരുത്. നിങ്ങൾ ചെവി തുറന്ന് കേട്ടോണം, അല്ലെങ്കിൽ കുറിച്ച് വെച്ചോണം. ഒരു വാക്ക് ഞാൻ പറയാം, ആരെ മുറിക്കരുത്. നിങ്ങൾ മിണ്ടണം, ഒരു സ്വോത്രം പറയണം. അയ്യോ, നല്ല സ്വോത്രം പറയണം. ആരെ മുറിക്കരുത്. വാക്കുകൊണ്ട് ആരെ മുറിക്കരുത്. പ്രസംഗം കൊണ്ട് ആരെ മുറിക്കരുത്. വാട്സപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ് മുറിക്കരുത്. മുറിക്കാൻ എളുപ്പാച്ചാ. എനിക്ക് അച്ഛനെ മുറിക്കാൻ സിമ്പിളാച്ചാ. എനിക്ക് 1000 പ്രാവശ്യം പറഞ്ഞാലും മുറിവ് ഉണങ്ങത്തില്ല. ആരെ മുറിക്കരുത് കേട്ടോ, മുറിക്കരുത്, മുറിക്കരുത്. നമ്മൾ നിൽക്കുന്ന ഒരു ലോകം മുറിക്കാൻ തക്കം പാർത്തിരിക്കുന്ന 1000 പേരുടെ നാട്ടിൽ നിൽക്കുന്നേ. എൻ്റെ അനുഭവത്തിൽ പറയാം, നിങ്ങളെ മുറിക്കാൻ ഒരു ചാൻസിന് വേണ്ടി കാത്തിരിക്കുന്ന 1000ങ്ങളുണ്ട് ഇവിടെ. നിങ്ങൾക്കൊരു അവസരം കാത്തിരിക്കുക. വാട്സപ്പ് കൊണ്ട്, ഫേസ്ബുക്ക്. ഇവിടെ പലരും മടുത്തത് രോഗമുള്ളതുകൊണ്ട് അല്ലെന്നേ, മുറിവുകൾ കൊണ്ടാണ്. രക്തം ജയം, രക്തം ജയം, രക്തം. എനിക്കുറപ്പുണ്ട്, ഞാൻ ഈ ദൂത് പറയാം, മുറിവേറ്റവർ ഇന്ന് രാത്രി പുറത്തു വരുന്നുണ്ടെന്നേ. ഒരു ഭയങ്കര സൗഖ്യം എന്നെ സൗഖ്യമാക്കിയ യഹോവ ഈ ജനത്തിന്മേൽ. മുറിവേറ്റവർ സ്തോത്രം പറഞ്ഞോ, മുറിവേറ്റവർ സ്തോത്രം പറഞ്ഞോ, മുറിവേറ്റവർ ആരാധിച്ചോ. നിങ്ങളുടെ സൗഖ്യം നടക്കുന്നുണ്ട്. സൗഖ്യമാക്കുന്ന യഹോവയുടെ കരം, സൗഖ്യമാക്കുന്ന യഹോവയുടെ കരം. Shaba labadalla gadaga jagadalla manabada ragadalla gadaga jagada labadalla ya right amana sataba la daradalla la ya dalla ya. ഈ മീറ്റിംഗ് ലൈവ് പോകുന്നത് പോലെ തന്നെ ഇത് പറയുന്നത് രക്തം ജയം. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാം, മുറിവേറ്റലാണ് രാഹുൽ പാസ്. മുറിവേറ്റ തക്കം പാർത്തിരുന്ന ചാ മുറിക്കാൻ. 2-3 മാസമാണ് ഒരു വീടിനകത്ത് ജീവിച്ചത്. ഞാൻ ദുരുപദേശം പറഞ്ഞില്ല, ഞാൻ തെറ്റായ വ്യാഖ്യാനം പറഞ്ഞില്ല ചാ. ഞാൻ തെറ്റായ ഒരു ശുശ്രൂഷ ചെയ്തില്ലെന്നേ. അന്യഭാഷ പറഞ്ഞാ ഞാൻ അത് നാളെ പറയും, ഒരു സ്വോത്രം പറയും, ഇനി ഉറക്കെ പറയും, മൈക്ക് കേട്ടെ ഇനി ശക്തി പറയും. 2 രാത്രി 2-2.5-3 മാസം ഞാൻ തകർന്നു പോയി. എനിക്ക് വൈഫുണ്ടെന്നേ, എനിക്ക് പപ്പയുണ്ടെന്നേ, എനിക്ക് മമ്മിയുണ്ടെന്നേ, എനിക്ക് സിസ്റ്റർ ഉണ്ടെന്നേ. മുറിവേറ്റവരാ. എൻ്റെ അനുഭവത്തിൽ പറയാം കേട്ടോ, മനുഷ്യൻ കാണത്തില്ല ചാ, കൂടപ്പിറപ്പങ്ങൾ, രക്തബന്ധങ്ങൾ കാണത്തില്ല കേട്ടോ.
സഹോദരൻ, നിങ്ങൾ ശുശ്രൂഷ കൊണ്ടുവന്നവരോ നിങ്ങൾ കൈപിടിച്ചവരോ കൂടെ കാണത്തില്ല. ഈ രാത്രി കേട്ടോ, നിങ്ങൾക്ക് വേണ്ടി സഹായിപ്പാൻ ഒരു തമ്പുരാനുണ്ട് കേട്ടോ. സൗഖ്യമാക്കുന്ന യഹോവയുണ്ടെന്ന്, ഒരു മുറിവ് കെട്ടുന്ന ഗിലിയാദിലെ വൈദ്യനുണ്ടെന്ന്. ഓ റമ, ആരാധിക്കാൻ കഴിയാതെ പ്രാർത്ഥിപ്പാൻ കഴിയാതെ മുറിവേറ്റവർ ഏഴാം രാത്രി സൗഖ്യമാകട്ടെ. കരമടിച്ചോ, കരമുയർത്തിയോ, ഈ രാത്രി നന്ദിയോടെ സ്തോത്രം പറഞ്ഞോ. സൗഖ്യമാക്കുന്ന ദൈവശക്തി ആമേൻ. സോറി, ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിച്ചുകൊണ്ട്, എൻ്റെ ദേവദാസന്മാരോട് ഞാൻ വിനീതമായി ക്ഷമ ചോദിച്ചുകൊണ്ട്, ആത്മീയ ലോകം മുറിക്കുന്നവരധികമുള്ള നാടാന്ന് ഞാൻ പറയുക. ആ വാക്ക് കടുപ്പം കൂടിയെങ്കിൽ എൻ്റെ അറിവില്ലായ്മയെ ക്ഷമിക്കണം. ആത്മീയ ലോകം മുറിക്കുന്നവരധികമുള്ള നാടാ കേട്ടോ. പാസ്റ്റർമാരുടെ വാക്കുകൊണ്ട് മുറിവേറ്റവർ, മക്കളുടെ വാക്കുകൊണ്ട് മുറിവേറ്റവർ, ഭർത്താവിൻ്റെ വാക്കുകൊണ്ട്, ഭാര്യയുടെ വാക്കുകൊണ്ട്, സുഹൃത്തുക്കളുടെ വാക്കുകൊണ്ട് മുറിവേറ്റവർ. രക്തം ചായം, രക്തം ചായം. നിൽക്കുന്ന കൃപ കൊണ്ടാകട്ടോ. നിങ്ങൾക്കൊരു വാർത്തയും കാണിക്കാം. ചെന്നൈയിൽ ഒരു കുഞ്ഞ് ആത്മഹത്യയുടെ കഥ അറിയാമോ? ചെന്നൈയിൽ ഒരു കുഞ്ഞ് ആത്മഹത്യ, കഥ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. സ്വന്തം കുഞ്ഞിനെ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോയി, ഫ്ലാറ്റിൻ്റെ സൺഷേഡിൽ വന്ന കുഞ്ഞ് വീണു. ആ കുഞ്ഞിനെ റിക്കവർ ചെയ്തു. എന്ത് ചെയ്തറിയോ? മാധ്യമങ്ങൾ ആ 24 വയസ്സുള്ള മാതാവിനെ ക്രൂശിക്കാൻ തുടങ്ങി. എങ്ങനെ? ഫേസ്ബുക്ക് വഴി, വാട്സപ്പ് വഴി. ആ കുഞ്ഞിനെ 24 വയസ്സുള്ള മമ്മിയുടെ കാര്യം പറയുന്നേ. ക്രൂശിക്കാൻ തുടങ്ങി, അപവാദങ്ങൾ പറയാൻ തുടങ്ങി, പരിഹസിക്കാൻ തുടങ്ങി. 4 തവണ ആ കുഞ്ഞ് ഡോക്ടർമാരെ കണ്ടു. 2 തവണ മെഡിക്കൽ സൈക്കാട്രിക് ഡോക്ടർമാരെ കണ്ടു. ആ കുഞ്ഞ് എന്തിനാണ്? ആ ഭാരം പോകാൻ വേണ്ടി. മുറിവേറ്റ് വാട്സപ്പ് കൊണ്ട്, ഫേസ്ബുക്ക് കൊണ്ട്. അവസാനം ആ ബിൽഡിങ്ങിന്റെ ടോപ്പിൽ കയറി അവിടുന്ന് ചാടിയ 24 വയസ്സുള്ള മമ്മി ആത്മഹത്യ ചെയ്തെന്ന് ഒരു സ്തോത്രം പറയണം. നിന്നെ തകർത്ത് കളയാൻ കെൽപ്പുള്ള മുറിവുകളാണിത്. ഇന്ന് രാത്രി പറ, നിൽക്കുന്നത് കൃപ കൊണ്ടാകട്ടോ. എനിക്ക് ഇന്ന് രാത്രി ഭയങ്കര ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ദൂത് പറയും, ഭയങ്കര ആത്മശക്തി അനുഭവിച്ചുകൊണ്ട് ഈ ദൂത് പറയുന്നത്. മുറിവേറ്റ മാതാപിതാക്കൾ, മുറിവേറ്റ തലമുറകൾ ഈ 7-ാം രാത്രി സൗഖ്യമായി. നിങ്ങളുടെ പ്രാർത്ഥന കുറയരുത്, ആരാധന കുറയരുത്, ശുശ്രൂഷകൾ കുറയല്ല. ഇന്നലെ പ്രാർത്ഥിച്ചതിനേക്കാൾ അധിക ശക്തിയോടെ പ്രാർത്ഥിച്ചോണം. ഇന്നലെ ആരാധിച്ചതിനേക്കാൾ അധിക ശക്തിയോടെ ആരാധിക്കുക. നിങ്ങളുടെ ദേഹത്ത് ഒരു തുള്ളി രക്തം പോലും പൊടിയാതെ ഈ രാത്രി ദേഹിയെ കർത്താവ് സൗഖ്യമാക്കുക. ദേഹിയെ കർത്താവ് സൗഖ്യമാക്കുക. ദേഹിയെ കർത്താവ് സൗഖ്യമാക്കുക. നമ്മൾ പറയും, മതി ഹോവേ മതി, എനിക്ക് സഹിക്കാൻ മേലപ്പോ, ഈ ശുശ്രൂഷ എടുത്തോളാൻ. ഇത് കേൾക്കാൻ പിശാച് മുറിച്ചതാ. നീ പറയണം, എനിക്ക് വയ്യെന്ന്, എനിക്ക് ശുശ്രൂഷ വേണ്ടെന്ന്, ഈ കൃപാവരം വേണ്ടെന്ന്, ഈ അഭിഷേകം വേണ്ടെന്ന്. ഇത് പറയാൻ വേണ്ടി പിശാച് മുറിച്ചതാ. പറ, തെറ്റിപ്പോയി പിശാച്. നിനക്ക് തെറ്റിപ്പോയി, ആള് മാറി പിശാചേ. ഞങ്ങൾ ഇന്നലെ പ്രാർത്ഥിച്ചതിനേക്കാൾ അധിക ശക്തികളെ മുറിക്കും, ആരാധിക്കും. നീ 1000 പേരെ കൊണ്ട് മുറിക്കുക, നീ 10,000 കൊണ്ട് ഞങ്ങളുടെ ദേഹിയെ മുറിച്ചാലും ഞങ്ങളുടെ പ്രാർത്ഥന കുറയത്തില്ല, ആരാധന കുറയത്തില്ല, ശുശ്രൂഷ കുറയത്തില്ല. ഈ രാത്രി പിശാചുകൾക്ക് പറ, ആരെ കൊണ്ട് മുറിച്ചാലും എന്റെ ശുശ്രൂഷ അവസാനിക്കത്തില്ല. കേട്ടോ കേട്ടോ, നിങ്ങൾ എപ്പോൾ അഭിഷേകത്തിൽ മൂവ് ചെയ്യാൻ കൊതിക്കുമോ അപ്പോൾ നിങ്ങളെ മടിപ്പിക്കുന്ന വാക്കുകൾ ഉണ്ടാകും. ഒരു ഗുരുവിന്റെ പുറകെ പിടിവിടാതെ പോകുന്ന ശിഷ്യൻ ഗുരുവിന്റെ കയ്യിൽ കയറി പിടിച്ചു പിടിവിടത്തില്ല. ഗുരുവിന്റെ ഓട്ടം വേഗതയാണ്,
ശിഷ്യന്റെ ഓട്ടവും വേഗതയാണ്. മുറുക്ക പിടിച്ചു. പിടിയുടെ ആവേശം നിന്റെ മേൽ പകർന്ന കൃപയുടെ ഇരട്ടി പങ്കുവേണം. വിടത്തില്ല. ഓട്ടം തുടങ്ങി. ദൂരം ദൈർഘ്യമായി. പിടിവിടാതെ ഓടുക. കാറ് വേണ്ട, വീട് വേണ്ട, അമേരിക്ക വേണ്ട, ഇരട്ടി കൃപ മതി. ഇരട്ടി കൃപ. ഓട്ടം ദൈർഘ്യമായപ്പോൾ പുറയുന്നൊരു വിളി, എലീശ എങ്ങോട്ടാ? ഇരട്ടി കൃപയ്ക്ക് വേണ്ടി പോവുക. നോക്കിയപ്പോൾ നാട്ടുകാരല്ല, പ്രവാചകന്റെ ശിഷ്യന്മാർ. അർത്ഥം, ഒരേ സ്കൂളിൽ പഠിക്കുന്ന, ഒരേ ബെഞ്ചിലിരിക്കുന്ന, ഒരേ സ്ഥലത്ത് ജീവിക്കുന്ന, ഒരേ കാലഘട്ടത്തിൽ പോകുന്ന, കൂടെ നിൽക്കേണ്ടവർ പറയുന്നു, എലീശ നീ കേട്ടോ, നീ ഓടരുത്, ഏലിയാവ് എടുക്കപ്പെടും, നീ കൈവിടപ്പെട്ടു പോകും. കാറ് വാങ്ങിക്കാൻ ഓടിയതല്ല, വീട് വെക്കാൻ ഓടിയതല്ല, ഇരട്ടി കൃപയ്ക്ക് വേണ്ടി ഓടുന്നവരെ പോലും മടിപ്പിക്കുന്ന ഒരു പ്രവണത ഇവിടെ ഉണ്ടെന്ന്. ആ കൂട്ടത്തിൽ നീ ഇരുന്ന ഒരു കുഴപ്പമില്ല. അവരുടെ കൂടെ നീ അവരുടെ കൂടെ നിന്ന് കൃപയ്ക്ക് വേണ്ടി മൂവി ചെയ്യാൻ കൊതിച്ചോ, കൃപയ്ക്ക് വേണ്ടി ചുവട് വെക്കാൻ കൊതിച്ചോ, അന്ന് നിന്നെ മടിപ്പിക്കുന്ന വാക്കുണ്ടാകും. പരിശുദ്ധാത്മാവ് പറയുന്നു, മനുഷ്യന്റെ വാക്ക് കേൾക്കരുത്, മനുഷ്യന്റെ വാക്കിനെ എടുക്കരുത്, അതിനെ പുറകിൽ കളയുക, മുൻപോട്ട് ഓടാൻ തുടങ്ങട്ടെ. ഓടിപ്പോകാം. ഒന്ന് രണ്ട് ദൂരം ഓടിച്ചു പറയാം. ഏദൻ തോട്ടത്തിൽ എന്ത് സംഭവിച്ചതറിയാമോ? ദേഹിയിൽ ആത്മാവിൽ കൃപയുള്ളവർ, പക്ഷെ ദേഹി വഴി തോറ്റുപോയി. എന്തൊക്കെ സംഭവിച്ച പരാജയങ്ങൾ? ഒന്ന്, തമ്പുരാൻ പറയാ, തോട്ടം വിട്ടിറങ്ങിക്കോണം, ഇനി തോട്ടത്തിൽ കാണുക. രണ്ട്, നമ്മൾ തമ്മിൽ ഇനി അടുക്കരുത്, അടുത്താ നീ മരിച്ചു പോകും. മൂന്ന്, ഞാൻ നേരിട്ടുള്ള സംസാരം നിർത്തി, ഇനി എനിക്കും നിനക്കും ഇടയിൽ ഒരാളെ ആക്കാൻ പോവാണ്, അവൻ്റെ പേരാ പ്രവാചകൻ. നിങ്ങൾ പഴയ നിയമ പുസ്തകം വായിച്ചു നോക്കിക്കോ. ദേഹി, ആത്മാവ് വിടുവിക്കപ്പെട്ട, പൂർണ്ണമായി വിടുവിക്കപ്പെട്ട ഈ 3 ഏരിയക്കകത്ത് രൂപാന്തരം വന്ന ഒരാൾ പോലും പഴയ നിയമത്തിനകത്തില്ല. ഒരു സ്തോത്രം പറയാമോ? ചില ആൾക്കാരുടെ ദേഹം കൊള്ളാം, അപ്പം ദേഹി കൊള്ളത്തില്ല. ചില ആൾക്കാരെ ദേഹി കൊള്ളാം, അപ്പം ദേഹം കൊള്ളത്തില്ല. ചില ആൾക്കാരുടെ ആത്മാവ് കൊള്ളാം, അപ്പം ദേഹവും ദേഹിയും കൊള്ളത്തില്ല. ഞാൻ വ്യക്തികളുടെ പേര് പറഞ്ഞാൽ ചീട്ടുകൊട്ടാരം പോലെ പലതും ഇടിഞ്ഞു പോകും. നൃത്തം ചെയ്തവർ വേദപുസ്തകത്തിനകത്തുണ്ടച്ച. സ്വന്തം കിരീടം താഴെ വെച്ച് മഹിമ മറന്ന് പെട്ടകത്തെ കണ്ടപ്പോൾ പിടിവിട്ട് ചാടിയാള് തോറ്റുപോയി. ചോദിക്കുക, അവസാനത്തെ നിലവിളിയുണ്ട്, കർത്താവേ നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുത്, ആത്മാവിനെ എടുക്കരുത്. തോറ്റുപോയി. എങ്ങനെ തോറ്റു? നിങ്ങളെ തോൽപ്പിച്ച് കളയാൻ നിങ്ങളുടെ അകത്തൊരു ദേഹി ഉണ്ടായിരുന്നു. ആരാധിച്ചവരെയും പ്രസംഗിച്ചവരെയും വെട്ടിയവരെയും ഓടിയവരെയും ചാടിയവരെയും തകർത്തൊരു പൈശാചിക ശക്തി. പുതിയ നിയമസഭ കേട്ടോ, ഈ പ്രവണതയെ പുതിയ നിയമത്തിൽ വാഴാൻ എൻ്റെ കർത്താവ് അനുവദിച്ചിട്ടില്ല. നിങ്ങൾ പഴയ പുസ്തകം വിടുക. ദേഹി, ആത്മാവ് 3 വിടുവിക്കപ്പെടാത്ത തലമുറകൾ. ദൂതനകത്തേക്ക് പോകുക. ദേഹിയും ആത്മാവിനെ വിടുവിപ്പാൻ പുതിയ നിയമസഭയ്ക്ക് 3 മാർഗം പരിശുദ്ധാത്മാവ് ഓപ്പൺ ചെയ്തു. 1, വചനം. 2, ആത്മാവ്. 3, യേശു ക്രിസ്തുവിനാൽ നമ്മുടെ ദേഹത്തിൽ, നമ്മുടെ ദേഹിയിൽ, നമ്മുടെ ആത്മാവിൽ വിടുതൽ വ്യാപരിക്കപ്പെടും. 1 മാത്രം പറയാം. 1, വചനം. വചനത്താൽ ദേഹിയിൽ, ആത്മാവിൽ വിടുതലുണ്ടാകും. വചനത്തെപ്പറ്റി എബ്രായ ലേഖനത്തിൽ ഒരു വാക്യം കിടപ്പുണ്ട്. വാക്യം ഞാൻ തുടങ്ങാം, തുടർന്ന് നിങ്ങൾ പറയണം. വാക്യം ഇങ്ങനെയാണ്: ദൈവത്തിന്റെ വചനമോ ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും പുറകോട്ട് പോകുക. ദൈവത്തിന്റെ വചനമോ ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും, ഒന്നുകൂടെ പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും, ഒന്നുകൂടെ പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും ദേഹത്തെയും
ആത്മാവിനെയും ദേഹിയെയും തുളച്ചു ചെല്ലാൻ ഈ രാത്രി വചനത്തിന് കഴിയുമെന്ന് പിശാച് എവിടെ കെട്ടിയാലും അത് പൊട്ടിക്കാൻ ഒരു ചാട്ടുളി പോലെ വചനം വ്യാപരിക്കുക. വചനത്താൽ വിടുതൽ, വചനത്താൽ വിടുതൽ, വചനത്താൽ സൗഖ്യം വ്യാപരിക്കട്ടെ. എവിടെല്ലാം കെട്ടിയോ, എവിടെല്ലാം ബന്ധിച്ചോ, വചനത്താൽ അഴിയപ്പെടുക. ഇന്ന് രാത്രി ഈ യോഗത്തിൽ വന്നത് ദേഹത്തിൽ രോഗം വെച്ചുകൊണ്ടാണോ? ഇരിക്കാൻ കഴിയാത്ത, സ്തോത്രം പറയാൻ കഴിയാത്ത, നടക്കാൻ കഴിയാത്ത, നിൽക്കാൻ കഴിയാത്ത 100 രോഗത്തോടാണോ ഈ യോഗത്തിൽ വന്നത്? എങ്കിൽ കേട്ടോ, ഇവിടെ പ്രസംഗിക്കുന്ന വചനം ദേഹത്തെ കെട്ടിയ രോഗത്തെ അഴിക്കും. ഇന്ന് പകൽ ഈ പ്രാർത്ഥനയ്ക്ക് ഈ രാത്രി വന്നിരിക്കുന്നത് വലിയ ഭാരത്തോടെ, വലിയ ദുഃഖത്തോടെയാണോ? എങ്കിൽ കേട്ടോ, ചാട്ടുളി പോലെ ഈ രാത്രി വചനം വ്യാപരിക്കാൻ പോവുകയാണ്. പിശാച് എവിടെ കെട്ടിയോ, എവിടെ ബന്ധിച്ചോ, ഈ രാത്രി അഴിഞ്ഞു പോവുക. വചനത്താൽ വിടുതൽ വ്യാപരിക്കുക, വചനത്താൽ സൗഖ്യം, വചനത്താൽ സൗഖ്യം കാലമടിച്ച് അന്യ ഭാഷയിൽ പിശാച് കെട്ടിയതെല്ലാം അഴിയട്ടെ, എല്ലാ രോഗബന്ധനങ്ങൾ അഴിയട്ടെ. വിടുതൽ, 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 വിടുതൽ. ദേഹത്തിൽ സൗഖ്യം, ദേഹത്തിൽ സൗഖ്യം, ദേഹത്തിൽ സൗഖ്യം. വചനത്തെ വിടുതലുണ്ടോ? ഒണ്ടച്ച വചനത്തെ വിടുതൽ. യേശുക്രിസ്തു ഉപവസിച്ചു 40 ദിവസം. ഉപവാസാനന്തരം പിശാച് ഓടി വന്ന് പരീക്ഷിക്കാൻ തുടങ്ങി. ശ്രദ്ധിച്ചു നോക്കിക്കേ, തന്ത്രശാലിയായ പിശാചിന്റെ പരീക്ഷകൾ. നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാകും. പിശാച് പരീക്ഷിച്ചത് ബ്ലൈൻഡായിട്ടൊന്നും അല്ലെന്നേ. 3 സ്ഥലങ്ങളെ ഉന്നം വെച്ചിട്ടാണ് പിശാച് യേശുവിനെ പരീക്ഷിക്കാൻ തുടങ്ങിയത്. 1 യേശുവിൻ്റെ ദേഹത്തിൽ, 2 യേശുവിൻ്റെ ദേഹിയിൽ, 3 യേശുവിൻ്റെ ആത്മാവിൽ. ഒന്നാമത്തെ പരീക്ഷ ദേഹത്തെ നോക്കി. ഓടി വന്ന പിശാച് പറഞ്ഞു, യേശുവേ ക്ഷീണിച്ചു പോയോ? ഫാസ്റ്റിംഗ് ആയിരുന്നോ? ദേഹം കണ്ടപ്പോൾ തോന്നിയ ക്ഷീണമുണ്ടല്ലേ? ഇതേ കല്ല് അപ്പമാകാൻ പറ. അറിയണം, അപ്പം ദേഹത്തിന് വേണ്ടിയാണ്. വചനം കൊണ്ട് പിശാചിന്റെ തന്ത്രത്തെ കർത്താവ് പൊളിച്ചെന്ന് ഒരു ദൂത് ഇന്ന് രാത്രി പറയാം. വചനമുണ്ടെങ്കിൽ ഒരു ശക്തിക്കും നിന്നെ ബന്ധിക്കാൻ കഴിയത്തില്ലെന്ന് ആമേ പറയാൻ പറ്റുമെങ്കിൽ ഈ രാത്രി ആമേ പറഞ്ഞോന്നേ. വചനത്താൽ വിടുതൽ വ്യാപരിക്കാൻ പോവാ. ഓടിപ്പോകാം. ബാക്കി 2 കാര്യം പിന്നെ പറയാം. ദേഹം, ദേഹി, ആത്മാവ് വിടുവിക്കപ്പെടുന്ന ഒറ്റ അധ്യായം മാത്രമേ നമ്മുടെ ബൈബിളിനകത്തു. ദേഹം, ദേഹി, ആത്മാവ്, ഇത് 3നെ വിടുവിക്കുന്ന ഒരധ്യായം. അധ്യായം പറയാം, വായിക്കണ്ട. അധ്യായം മർക്കോസ് 5ആണ്. മർക്കോസ് 5-നകത്ത് 3 വ്യക്തികളാണ്. 1 ഭൂതഗ്രസ്തൻ, 2 രക്തസ്രാവമുള്ള സ്ത്രീ, 3 പള്ളിപ്രമാണ മകൾ. നിങ്ങൾ കേട്ടോ, 3 പേരുടെയും 3 സ്ഥലത്തെ പിശാച് പിടിച്ചു. ഭൂതഗ്രസ്തന്റെ ദേഹിയെ പിടിച്ചു, സഹോദരിയുടെ ദേഹത്തെ പിടിച്ചു, മകളുടെ ആത്മാവിനെ പിടിച്ചു. ഇത് 3 അഴിക്കാൻ യേശു അക്കരയ്ക്ക് വരികയാണ്. ഒരു സ്തോത്രം പറയണം. എവിടെല്ലാം കെട്ടിയാലും അഴിക്കാൻ കഴിയുന്ന മനുഷ്യപുത്രൻ 7-ാം രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. എവിടെല്ലാം പിശാച് ബന്ധിച്ചാലും ഇന്ന് രാത്രി അഴിക്കുന്ന, വിടുവിക്കുന്ന അവന്റെ സാന്നിധ്യത്തെ അറിയുന്നവർ ആത്മാവിൽ സ്തോത്രം പറഞ്ഞു. അഴിക്കാൻ കഴിയുന്ന, വിടുവിക്കാൻ കഴിയുന്ന, സൗഖ്യമാക്കാൻ കഴിയുന്ന ഒരു സർവശക്തി. രക്തം ജയ, രക്തം ജയ. 3 കാര്യത്തെ വിടുവിക്ക. 1 യേശു ഒരു ദേശത്തെ വിടുവിച്ചു. 2 ഒരു വ്യക്തിയെ വിടുവിച്ചു. 3 ഒരു കുടുംബത്തെ വിടുവിച്ചു. ഒരു സ്തോത്രം പറയാമോ? ഈ 6 കാര്യങ്ങൾ ഇന്ന് രാത്രി സ്വർഗം ചെയ്യും.
ഒന്ന്, നമ്മുടെ ദേഹം, ദേഹി ആത്മാവിനെ വിടുവിക്കും. 4, നമ്മുടെ ദേശത്തെ വിടുവിക്കും. 5, നമ്മളെ വിടുവിക്കും. 6, നമ്മുടെ കുടുംബത്തെ വിടുവിക്കും. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞു. എനിക്ക് ഉറപ്പുണ്ട്, ഇവിടെ ഇറങ്ങി പോകുമ്പോൾ ആ വിടുതലിന്റെ സ്വർഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിടുവിക്കാൻ കഴിയുന്ന, പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ കഴിയുന്ന ഒരു മനുഷ്യപുത്രൻ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ആ ദൂതെ പിടിച്ചോ, ദൂതെ പിടിച്ചോ. ഒരു ഭയങ്കര വിടുതൽ, ഭയങ്കര വിടുതൽ. അവൻ കെട്ടിയ കെട്ടുകൾ അഴിയട്ടെ, അവൻ ബന്ധിച്ചത് അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. യേശു അക്കരയ്ക്ക് കാലുകുത്തിയപ്പോൾ ദേഹി വിടുവിക്കപ്പെട്ടവൻ യേശുവിന്റെ കാൽക്കൽ ഓടി വന്നു. നിങ്ങൾ കേട്ടോ, ഒരുവന്റെ ദേഹിക്കകത്ത് കെട്ടിയത് അഴിച്ചു വിട്ടപ്പോൾ ഒരു ദേശമൊത്തം യേശുവിൻ്റെ കാൽക്ക വന്നു. ഒരു സ്തോത്രം പറയണം. ആള് കയറണോ? അഴിയേണ്ട ചിലത് അഴിഞ്ഞു പോകണം. ആമേൻ പറയണം. ദേഹിക്കകത്ത് വിടുതൽ വ്യാപരിച്ചാൽ ചിലതൊക്കെ അകത്തു വന്ന് കയറി വന്നു. ഞാൻ ഓടിപ്പോകാം. ഒരു സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിന് തൊങ്ങൽ തൊട്ടു, സൗഖ്യമായി, ബാധ ഒഴിഞ്ഞെന്ന്. എത്ര കാലങ്ങൾ കൊണ്ട് പിശാച് കെട്ടിവെച്ചതാണെങ്കിലും ഇന്ന് രാത്രി കർത്താവ് അതിനെ അഴിക്കാൻ പോവാണ്. എനിക്കുറപ്പുണ്ട്, ഈ രാത്രി ഹോളിനകത്ത് ഭയങ്കര രോഗസൗഖ്യം നടക്കുന്നുണ്ട്. കാലങ്ങളായി ദേഹത്തെ ബന്ധിച്ച ചില പഴകിയ രോഗശക്തികളുടെ ഈ രാത്രി ജയം വ്യാപരിക്കാൻ പോവുക. അത് പ്രാപിച്ചോ, പ്രാപിച്ചോ. യേശുവിന്റെ നാമത്തിൽ ഒരു ഭയങ്കര സൗഖ്യം, ഭയങ്കര സൗഖ്യം. ബന്ധിച്ചത് അഴിയപ്പെടുക, ബന്ധിച്ചത് അഴിയപ്പെടുക. ദേഹത്തെ കെട്ടിയ പഴകിയ രോഗബാധകൾ അഴിയട്ടത്, 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 അഴിയട്ടത്. അടക ദലക ജഗട ബഗട ജബന രഗട ജഗട ലഗട. എത്ര കാലങ്ങൾ കൊണ്ട് പിശാച് കെട്ടിയതാണെങ്കിലും 18 സംവത്സരം കൊണ്ടോ 38 സംവത്സരം കൊണ്ടോ ബന്ധിച്ച രോഗത്തെ ഈ രാത്രി അഴിക്കുന്നു. ഓഹോ ഹോ 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 ഹോ. ദേഹത്തിൽ സൗഖ്യം, ദേഹത്തിൽ സൗഖ്യം, ദേഹത്തിൽ സൗഖ്യം, ദേഹത്തിൽ സൗഖ്യം, ദേഹത്തിൽ സൗഖ്യം, ദേഹത്തിൽ സൗഖ്യം, ദേഹത്തിൽ സൗഖ്യം. പ്രാപിച്ചോ, പ്രാപിച്ചോ, പ്രാപിച്ചോ. സൗഖ്യമാക്കുന്ന, സൗഖ്യമാക്കുന്ന ഒരു ദൈവശക്തി, ദൈവശക്തി. അഴിയട്ടെ, അഴിയട്ടെ എല്ലാ രോഗബാധകൾ. ദേഹത്തിൽ വിടുതൽ, ദേഹത്തിൽ വിടുതൽ. പ്രാപിച്ചോ, പ്രാപിച്ചോ. യേശുവിന്റെ നാമത്തിൽ അഴിയട്ടത്. വലിയ വിടുതൽ വ്യാപരിക്കട്ടെ. എനിക്കുറപ്പുണ്ട്, ആരോഗ്യ സൗഖ്യമാകുക, ആരോഗ്യ സൗഖ്യമാകുക. ഭയങ്കര സൗഖ്യം, ദേഹത്തിൽ സൗഖ്യം, ദേഹത്തിൽ സൗഖ്യം. യെസ് 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 യെസ്. പ്രാപിച്ചോ, പ്രാപിച്ചോ, പ്രാപിച്ചോ. ദേഹത്തിൽ വിടുതൽ, ദേഹത്തിൽ വിടുതൽ, ദേഹത്തിൽ വിടുതൽ. നിന്നെ അലട്ടിയ സകല രോഗശക്തികൾ, നിന്നെ അസ്വസ്ഥപ്പെടുത്തിയ പഴകിയ രോഗബാധകൾ വിടുവിക്കുന്ന സർവശക്തൻ, വിടുവിക്കുന്ന സർവശക്തൻ, വിടുവിക്കുന്ന സർവശക്തൻ, വിടുവിക്കുന്ന സർവശക്തൻ. ലമാ ലസനല ലിയാതലോ റിയാതല റൈതലയ റൈഡമന ഹസര ഹംദൽ മന ജഗദല സൈതലയ. പ്രാപിച്ചോ, പ്രാപിച്ചോ, പ്രാപിച്ചോ. എനിക്ക് ഉറപ്പുണ്ട്, ഭയങ്കര സൗഖ്യം, ഭയങ്കര സൗഖ്യം, ദേഹത്തിൽ സൗഖ്യം, ദേഹിൽ വിടുതൽ, ദേഹിൽ വിടുതൽ. റമാ സാചലയ. നിന്നെ അലട്ടിയ പലതും അഴിയാൻ തുടങ്ങിയിട്ടുണ്ട്, നിന്നെ അസ്വസ്ഥപ്പെടുത്തിയ പലതും അഴിയാൻ തുടങ്ങിയിട്ടുണ്ട്. Yes, 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 yes.
വചനത്തിന് വിടുതൽ, വചനത്തിന് വിടുതൽ, വചനത്തിന് വിടുതൽ, വചനത്തിന് വിടുതൽ. ഉടമനഗതന ഹദരിബി കൂടി ഹസ്മനയ റൈഡമന ഹംദൽമന. സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. ദേഹത്തിൽ ദേഹിൽ, ദേഹത്തിൽ ദേഹി. ഓ റബാസ ഛമന ഛലയ യാബ്ര ഖചലയ ഹസ്മനയ ഹംദൽമന. ഓ ആമേൻ, ആമേൻ. ഓടി വന്ന് യേശു പറയാ, ബാല മരിച്ചില്ല, ഉറങ്ങുക. ബാലേ എഴുന്നേൽക്കണം. ബാല ഉണർന്നു. അടുത്ത വാക്ക് എഴുതി വച്ചിരിക്കുന്നത് കരച്ചിൽ അവസാനിച്ചു. ഒരു സ്തോത്രം പറയാമോ? ബാലയുടെ ആത്മാവ് ഉണർന്നപ്പോൾ ഒരു കുടുംബത്തിലെ കരച്ചിൽ അവസാനിച്ചു. നമ്മൾ ഉറങ്ങിപ്പോയപ്പോഴാ രട്ട് കുടുംബത്തിൽ ഇരച്ചു കയറിയത്. നമ്മൾ എവിടൊക്കെയോ മയങ്ങിപ്പോയപ്പോഴാ നമ്മുടെ കുടുംബത്തിൽ പിശാചു വിലാപത്തെ കൊണ്ടുവച്ചത്. ഇന്ന് രാത്രി ആത്മാവ് ഉണരാൻ തുടങ്ങുമ്പോൾ ചില രട്ടഴിയാൻ പോവാണ്, ചില ദുഃഖങ്ങൾ വഴിമാറാൻ പോവാണ്. നമ്മുടെ കുടുംബത്തിൽ പിശാചു കൊണ്ടുവച്ച പലതും നീ ആത്മാവിൽ ഉണരുമ്പോ, ആത്മാവിൽ എഴുന്നേൽക്കുമ്പോ ചിലക്ക് അഴിയാൻ തുടങ്ങുകയാണ്. എവിടെ ഉറങ്ങിയോ, എവിടെ മയങ്ങിപ്പോയോ അവിടെ നീ രാത്രി സടകുടഞ്ഞ് ആത്മാവിൽ എഴുന്നേൽക്കട്ടെ. ആത്മാവിൽ ഉണരുക, ആത്മാവിൽ ശക്തിപ്പെടുക. ആത്മാവിൽ ബലപ്പെടാൻ തുടങ്ങുമ്പോൾ, ആത്മാവിൽ ശക്തിപ്പെടാൻ തുടങ്ങുമ്പോൾ, ഉറങ്ങി ഇടത്തുനിന്ന് നിങ്ങൾ ആത്മാവിൽ എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ റിസൾട്ട് ഉണ്ടാകാൻ പോവാണ്. നിങ്ങളുടെ കുടുംബത്തിൽ റിസൾട്ട് ഉണ്ടാകാൻ പോവാണ്. ഒരു സിംഹം എഴുന്നേൽക്കുന്ന പോലെ ആത്മാവിൽ സടകൂടെ എഴുന്നേൽക്കുക. ആത്മാവിൽ ബലപ്പെടുക, ആത്മാവിൽ ശക്തിപ്പെടുക, അരമുറുക്കുക, ചെരിപ്പിടുക. ഓ, ആത്മാവിൽ ഉണർന്നാൽ രട്ടഴിയും. തിരുവല്ല സഭയെ, നമ്മൾ എവിടെയൊക്കെയോ മയങ്ങിപ്പോയപ്പോഴാണ്, നമ്മൾ എവിടെയൊക്കെയോ ഉറങ്ങിപ്പോയപ്പോഴാണ് അവനവൻ്റെ തന്ത്രങ്ങൾ നമ്മുടെ കുടുംബത്തിൽ കൊണ്ടുവച്ചത്. ഉണർന്നാൽ അഴിയും. ഒന്ന് പുറകോട്ട് പോയി പ്രാർത്ഥിക്കാം, ബാക്കി അടുത്ത പ്രാവശ്യം പറയാം. ഓക്കെ, ബാക്കി പിന്നെ പറയും. ഓക്കെ ആണോ? ഏദൻ തോട്ടത്തിൽ ആദമിനെ ഹൗവയും പിശാച് തോൽപ്പിച്ചത് ദേഹി വഴിയാണ്. നിങ്ങൾ ആ ദൂത് ഓർക്കുന്നുണ്ടോ? മോഹം ഗർഭം ധരിച്ച് ആത്മാവിൻ്റെ പൂർണ്ണതയിൽ ജീവിച്ചവരെ, ആത്മാവിൻ്റെ മഹത്വത്തിൽ ജീവിച്ചവരെ, മകുടത്തിൽ നിറഞ്ഞവരെ പിശാച് പിടിക്കാൻ അവരുടെ ദേഹി വഴിയാണ് അവരെ പിശാച് തോൽപ്പിച്ചത്. ദേഹി വഴി ദേഹത്തെയും ആത്മാവിനെയും പിശാച് പിടിമുറുക്കി. ദേഹി വഴി ഒരു തലമുറ തോറ്റുപോയെങ്കിൽ പുതിയ നിയമസഭ കേട്ടോ, ആത്മാവിൽ ഉണർന്നാൽ ദേഹത്തിൻ്റെയും ദേഹിയുടെയും കേട്ടുകൾ തന്നെ അഴിയും. ഈ സ്തോത്രം പോരാ. നമ്മൾ ആത്മാവിൽ ഉണരാൻ തുടങ്ങുമ്പോൾ, ആത്മാവിൽ ബലപ്പെടാൻ തുടങ്ങുമ്പോൾ ദേഹത്തിലെ രോഗം മാറാൻ തുടങ്ങും. ദേഹിക്കകത്ത് പിശാച് കൊണ്ടുവച്ച അവൻ്റെ സകല വിചാര വികാരങ്ങൾ ഇന്ന് രാത്രി അഴിയാൻ തുടങ്ങുകയാണ്. എനിക്കുറപ്പുണ്ട്, ആരൊക്കെയോ ആത്മാവിൽ ശക്തിപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്, ആത്മാവിൽ ബലപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്, ആത്മാവിൽ ധൈര്യം പ്രാപിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നഷ്ടപ്പെട്ട കൃപകളെ മടക്കി പിടിക്കുക, നഷ്ടപ്പെട്ട അധികാരത്തെ മടക്കി പിടിക്കുക, നഷ്ടപ്പെട്ട പ്രാർത്ഥനകളെ മടക്കി പിടിക്കുക. ആത്മാവിൽ ഉണരുക, ആത്മാവിൽ ഉണരുക, ആത്മാവിൽ ശക്തിപ്പെടുക.
നിങ്ങൾ കേട്ടോ, ഞങ്ങൾ ആത്മാവിൽ ബലപ്പെടാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ദേഹത്തിലും ദേഹിയിലും അതിന് റിസൾട്ട് കാണാൻ തുടങ്ങും. ആമേൻ പറയണം. ഒന്നുകൂടെ വാക്ക് പറയാം. ആത്മാവിൽ ബലപ്പെടാൻ തുടങ്ങുമ്പോൾ, ആത്മാവിൽ ശക്തിപ്പെടാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ റിസൾട്ട് നമ്മുടെ ദേഹത്തിലും ദേഹിയിലും കാണാൻ കഴിയും. നാളെ വരുമ്പം സാക്ഷി പറയും. ആമേൻ പറയണം. അല്ല ഇന്ന് രാത്രി മടങ്ങി വീട്ടിൽ ചെല്ലുമ്പോൾ റിസൾട്ട് കാണും. അല്ല ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ദേഹത്തിൽ ചിലതൊക്കെ മാറിപ്പോകുന്ന അറിയാൻ കഴിയും. ഞാൻ ഈ ദൂത് പറയുമ്പോൾ അത്ര നിങ്ങളുടെ ദേഹിക്കകത്ത് ഭയങ്കര സൗഖ്യം വ്യാപരിക്കുന്നത്. എനിക്കുറപ്പുണ്ട്, ബലപ്പെടാൻ തുടങ്ങുന്നവർ, ശക്തിപ്പെടാൻ തുടങ്ങുന്നവർ സാക്ഷ്യം പറയാൻ പോവാണ്. അവർ റിസൾട്ടിനെ കാണാൻ പോവാണ്. പ്രാപിച്ചോ, പ്രാപിച്ചോ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഓ ആമേൻ. ഇന്ന് രാത്രി വിടുതൽ പ്രാപിക്കണം. ഇന്ന് രാത്രി വിടുതൽ പ്രാപിക്കണം. ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ ദേഹിൽ റിസൾട്ട് ഉണ്ടാകണം. ഉണ്ടാകും, ഉണ്ടാകും. വാദനം വെറുതെ മടങ്ങി വരത്തില്ല. വാദനം അതിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി ചെയ്യാൻ പോവാണ്. ഞാൻ ഈ 3-4 മണിക്കൂറായി പ്രസംഗിച്ച ദൂതിന്റെ റിസൾട്ട് കാണണം, റിസൾട്ട് കാണണം. ഓഹോ ശഖമനയ, നിങ്ങളത് അനുഭവിക്കാൻ പോവാണ്, നമ്മളത് അനുഭവിക്കാൻ പോവാണ്. ഞാൻ ഈ ദൂത് പറയുന്നത് അനുഭവിച്ചിട്ടാ ദൂത് പറയുന്നത്. ഇന്ന് രാത്രി നമ്മൾ അറിയും നമ്മുടെ ദേഹത്തിൽ വിടുതൽ വ്യാപരിച്ചത്. ഓഹോ, മുറിവേറ്റവർ കർത്താവ് സൗഖ്യമാക്കാൻ പോവാണ്. എന്നെ പോലെ മുറിവേറ്റവർ, റിജക്ഷൻ സഹിച്ചവർ, ഒഴിവാക്കിയവർ സൗഖ്യമാകാൻ പോവാണ്. എല്ലാ കണ്ണുപടച്ചോ, എല്ലാ കണ്ണുപടച്ചോ. ഓ ശഖമ. ഒരു നിമിഷം ചാടി എഴുന്നേക്കാം, ഒരു നിമിഷം ചാടി എഴുന്നേക്കാം. കമോൺ എല്ലാവരും. കാലിന് ബുദ്ധിമുട്ടില്ലാത്തവർ പ്ലീസ്. ഓ ശഖമിനിയ ലൈഡസ് ബിയ താൽമറ ചസ്ബിയ ടെലയ ഹസർ. എല്ലാ കണ്ണുമടച്ചോ, എല്ലാ കണ്ണുമടച്ചോ, എല്ലാ കണ്ണുമടച്ചോ, എല്ലാ കണ്ണുമടച്ചോ, എല്ലാ കണ്ണുമടച്ചോ. ലേബ നസിയ തലേ റിബിഖോനിയാം സ്പെരെ ടെലേരിയാം സ്പെ. എല്ലാ കണ്ണുമടച്ചോ, എല്ലാ കണ്ണുമടച്ചോ, എല്ലാ കണ്ണുമടച്ചോ. ജീസസ്. നിങ്ങൾക്ക് ഈ ദൂതിന്റെ ഗൗരവം മനസ്സിലായെങ്കിൽ, നിങ്ങൾക്ക് ഈ ദൂതിന്റെ ആധികാരികത മനസ്സിലായെങ്കിൽ, കമോൺ റമാസിയ തൽമറ സഹേലയ. എല്ലാവരും കണ്ണടച്ചു, വാ തുറന്ന് 40 നിമിഷം നന്ദിയോടെ സ്തോത്രം പറഞ്ഞു. എനിക്കുറപ്പുണ്ട് ഭയങ്കര ദൈവ സാന്നിധ്യം ഈ രാത്രി വ്യാപരിക്കുന്നുണ്ട്. നിങ്ങളുടെ ദേഹത്തിൽ സൗഖ്യം വരാൻ പോവാണ്, നിങ്ങളുടെ ദേഹി സൗഖ്യം വ്യാപരിക്കാൻ പോവാണ്. മനുഷ്യന്റെ കരം തൊടണ്ട. ഒരു ഇരുവായത്തിലുള്ള വാളി ഹോളിനകത്ത് ചലിക്കുന്നുണ്ട്. എവിടെല്ലാം പിശാച് കെട്ടിയോ അതെല്ലാം ഇന്ന് രാത്രി ചണനൂൽ അഴിയുന്ന പോലെ അഴിഞ്ഞു പോകുകയാണ്. അഴിഞ്ഞ് എന്നേക്കുമായി, എന്നേക്കുമായി. കമോൺ റാമ സൈഡൽ ബഹസിയ. അന്യഭാഷ പറയാം, അന്യഭാഷ പറയാം. കരയണേ, കരയാം. പ്രാർത്ഥിക്കണേ, പ്രാർത്ഥിക്കാം. വായി തുറന്ന ശബ്ദമുയർത്തി. കമോൺ പ്രാപിച്ചോ, പ്രാപിച്ചോ, പ്രാപിച്ചോ. ഭയങ്കര സൗഖ്യം വ്യാപരിക്കുക, ഭയങ്കര സൗഖ്യം വ്യാപരിക്കുക.